അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൊല്യൂഷൻ എന്ന വൈജ്ഞാനിക പ്രദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സെഷൻ നടക്കുന്നത്. സൊല്യൂഷൻ എന്നുള്ള പേര് ഈ പറഞ്ഞതുപോലെ എന്താണ്, നമ്മുടെ ആധുനിക ലോകത്ത് ഒരുപാട് സമസ്യകളുണ്ട്. അതിൽ നമ്മുടെ പുതിയ കാലത്തെ ഏറ്റവും പ്രാധാന്യമേറിയ സമസ്യകളിൽ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് മുമ്പിലുള്ള ചോദ്യങ്ങളിലൊന്നാണ് ഈ ഒരു എയുടെ കാലഘട്ടം നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതൊരു ഒരു ഒരു വാക്കായിട്ട് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി എന്നുള്ളത് ഒരു വാചകമായിട്ട് ഒരു പദമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളവും അത് എന്തോ ഒരു നമുക്ക് മനസ്സിലാവാത്ത എന്തോ ഒരു കാര്യം എന്നുള്ള നിലക്കാണ് ആളുകൾ പലപ്പോഴും അതിനെ കാണുന്നത്. ശരിയല്ലേ? നമുക്ക് എത്ര ആൾക്കാർക്ക് AI എന്താണെന്ന് അറിയണ്ടാവും. ഇതൊക്കെ നമ്മൾ എവിടേക്കോ കേൾക്കുന്നുണ്ട്, നമ്മൾ ChatGPT ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് എന്താ പറയുക, നമ്മുടെ ചുറ്റും ഉണ്ടാവുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളത് ശരിക്കും അത്ര പ്രയാസകരമല്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സെഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആലോചിച്ചപ്പോൾ ആദ്യം വന്നത്, നമുക്ക് എന്തുകൊണ്ട് ഓഡിയൻസിനെ കൂടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കിക്കൂടാ എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൂടി ഭാഗമാക്കിയിട്ടുള്ള ഒരു സെഷനാണ് ഇൻഷാ അല്ലാഹ്, ഒരു ഡിസ്കഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താന്ന് മനസ്സിലാക്കണം അല്ലേ? എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ഞങ്ങളിതിവിടെ സ്റ്റേജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാം. ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും വന്നിട്ട് ചെറിയൊരു ടാസ്ക് തരും. ആർക്കും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രായമോ ഒന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വരാം. എന്താ ചെയ്യേണ്ടത്? ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്, വളരെ സിമ്പിൾ കാര്യമാണുള്ളത്. ആർക്കും വരാം, ആരും മടി വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ചെറിയൊരു എക്സ്പെരിമെൻറ്റിലൂടെ എന്താണെന്ന് മനസ്സിലാക്കും. അത് തുടങ്ങല്ലേ? ആരാണ് റെഡി ആയിട്ടുള്ളത്? നമുക്ക് ഓഡിയൻസിൽ നിന്ന് ഒന്നോ രണ്ടോ ആൾക്കാർ വരും. യെസ്, ഞാൻ പറഞ്ഞു ഇത് യുവാക്കൾക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ളതൊന്നുമില്ല. ആർക്കും പഠിക്കണം എന്ന് താല്പര്യമുള്ള ആർക്കും വരാം. ഞാൻ അവിടെ ഇരുന്നാലും പഠിക്കാൻ പറ്റും. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. യെസ്, ഇവിടെ വരാം. പേരൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫിർദൗസുൽ ഹക്ക്. ഞാൻ മോങ്ങത്താണ്. ഞാൻ BTech സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. MA കോളേജ് കോതമംഗലം. ഓക്കെ, ഒരു എഞ്ചിനീയർ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ ബാക്കിൽ നിങ്ങൾക്ക് കാണാം എന്താണ് ഫിർദൗസ് ചെയ്യാൻ പോകുന്നത്. ബാക്കിൽ കാണാം. ഇതൊരു ക്യുക്ക് ഡ്രോ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് ഗൂഗിൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ഫോണിൽ കിട്ടും. നിങ്ങൾ ക്യുക്ക് ഡ്രോ എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഫിർദൗസിനോട് ചില ചിത്രങ്ങൾ കയ്യേറ്റ് ജസ്റ്റ് വരക്കാൻ പറയും. അതായത് ജസ്റ്റ് ഒരു ഏകദേശം ചില ചിത്രങ്ങൾ ചിലതിൻ്റെ ഒക്കെ വരക്കാൻ പറയും. അത് വിരലേറ്റ് വരക്കുക. ഓക്കെ, ലെറ്റ്സ് ഡ്രോ എന്ന് കൊടുക്കുമ്പോൾ ഡ്രോ പെയിന്റ് ബ്രഷ് ഇൻ അണ്ടർ 20 സെക്കൻഡ് കാണാൻ പറ്റും. അപ്പോൾ ഫിർദൗസ് പെയിന്റ് ബ്രഷ് വരക്കാൻ പോവാണേ. നോക്കിക്കോളൂ, നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിരിക്കട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. ഗോട്ടിറ്റ് എന്ന് വെച്ചാൽ വരക്കാം. ഫിർദൗസ് വരക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെയിന്റ് ബ്രഷ് ആയോ? യെസ്, പെയിന്റ് ബ്രഷ് വരച്ചു. ഓക്കെ, അടുത്തത് ഡ്രോ കമ്പ്യൂട്ടർ കീബോർഡ് ഇൻ 20 സെക്കൻഡ്. കമ്പ്യൂട്ടർ കീബോർഡ് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കമ്പ്യൂട്ടർ കീബോർഡ് വരച്ചു, മനസ്സിലായി. ഒരു ചിത്രം കൂടി വരക്കാൻ ഫിർദൗസിന് അവസരം കൊടുക്കാം. ന്യൂസ് പേപ്പർ വരക്കുക. ന്യൂസ് പേപ്പർ ഇതുവരെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് പോവാത്തത്. യെസ്, ഓക്കെ. യെസ്, അൻവിൽ എന്ന് പറഞ്ഞാൽ എന്താ? അൻവിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മെക്കാനിക്കൽ സാധനല്ലേ? എന്തായാലും പറയാ, കൊല്ലപ്പണിക്ക് യൂസ് ചെയ്യുന്ന മറ്റേ അടിക്കാൻ യൂസ് ചെയ്യണ അതില്ലേ, ആ ബേസ് ഇല്ലേ അല്ലേ? അതിനല്ല അൻവിൽ അല്ലേ? യെസ്. എന്താണ്? ഹാമർ അല്ലല്ലോ അൻവില്. ഹാമർ അല്ല, അത് താഴെയുള്ള ഹാമറിട്ട് അടിക്കുമ്പോ താഴെയുള്ള സംഭവമാണ് അൻവിൽ. അപ്പോൾ ഓഡിയൻസ് എല്ലാവരും അവെയർ ആയിട്ടുണ്ട്. ഒരാൾക്കും കൂടി ചാൻസ്. ആർക്കാ വരാൻ ഇങ്ങോട്ടുള്ള? ആർക്കാ വരാൻ താല്പര്യമുള്ളത്? വാ വരൂ. വരച്ചോ
20 സെക്കൻഡേ ഉള്ളൂ, മനസ്സിലായില്ല, എന്നാലും ശ്രമിച്ചു നോക്ക്. അടിയിൽ വെക്കുന്ന എന്തെങ്കിലും സാധനം. വരും നിങ്ങൾക്ക് 2 ചാൻസ് വരും. ഇല്ല, മനസ്സിലായിട്ടില്ല. അതിന്റെ അടിയിലൊരു സ്ക്രീൻ അത് കാണുന്നില്ല അല്ലേ? ഒരു ലാപ്ടോപ്പിൽ വേറെ അടിയിൽ കാണിക്കുന്നുണ്ടോ? യെസ്, ഓക്കെ, ഫൈൻ. ഓക്കെ, ഫിർദൗസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് 4-ൽ 3 വരച്ചു. നിങ്ങളെ പേര് ഒന്ന് പരിചയപ്പെടുത്തി. എൻ്റെ പേര് അബ്ദുറഹ്മാൻ, വളാഞ്ചേരി സ്വദേശം. ഞാനൊരു ഇലക്ട്രീഷ്യനാണ്. ഓക്കെ. അല്ലാ, ഡോഗാണ്. ജസ്റ്റ് ഒരു ഷേപ്പ് വരച്ചാൽ അവിടെ വെച്ചാൽ. അതിപ്പോ എന്തായാലും ഡോഗാന്ന് മനസ്സിലാവില്ല. ഓക്കെ, മനസ്സിലായി. ബക്കറ്റ് 120. യെസ്, ബക്കറ്റാന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നോക്കൂ നിങ്ങൾ. ഇൻഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈർ. ഓക്കെ, 6 ചിത്രങ്ങൾ വരക്കാൻ പറഞ്ഞു അല്ലേ? പെയിന്റ് ബ്രഷ്, കമ്പ്യൂട്ടർ കീബോർഡ്, ന്യൂസ് പേപ്പർ, ആൻവിലാന്ന് മനസ്സിലായിട്ടില്ല. ഡോഗ്, ബക്കറ്റ് ഒക്കെ മനസ്സിലായിട്ടുണ്ട്. അതായത് നമ്മൾ വരക്കുന്ന കാര്യം ഇതിന് മനസ്സിലായി. അപ്പം നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെ ഇത് മനസ്സിലായതെന്നുള്ളത് അല്ലേ? ഇതാണ് ബേസിക്കലി എയുടെ അടിസ്ഥാനം. അപ്പോൾ അതാണ് ഞാൻ ഇനി പറയാൻ പോണത്. ഇപ്പൊ പെയിന്റ് ബ്രഷ്, ഒരാൾക്ക് പെയിന്റ് ബ്രഷ് വരക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാത്രമേ വരക്കാൻ പറ്റുള്ളൂ ആണോ? എങ്ങനെ വേണമെങ്കിലും വരക്കാമല്ലോ അല്ലേ? ഈ പെയിന്റ് ബ്രഷ് ഇനി കുത്തനെ നിൽക്കുന്നത് വരക്കാം, റൈറ്റിക്ക് തിരിഞ്ഞിക്കണ വെക്കാം, ലെഫ്റ്റിക്ക് തിരിഞ്ഞിക്കണ വരക്കാം. അല്ലെങ്കിൽ ഇനി ഇതല്ലാത്ത വേറെ മോഡൽ പെയിന്റ് ബ്രഷ് ഉണ്ടാവുമല്ലോ, വേറെ മോഡൽ പെയിന്റ് ബ്രഷ് നിങ്ങൾക്ക് വരക്കാം. നിങ്ങൾക്ക് വേറെ കുറച്ച് പെയിന്റ് ബ്രഷ് ഞാൻ കാണിച്ചു തരാം. നോക്കി, പെയിന്റ് ബ്രഷ് എന്ന് പറഞ്ഞാൽ വീട് പെയിന്റ് അടിക്കണ ബ്രഷ് തന്നെ ആവണമെന്നുണ്ടോ? വീട്ടിൽ കുട്ടികൾ കളർ ചെയ്യണ ഒരു ബ്രഷ് പോലെ അങ്ങനത്തെ ഒരു ബ്രഷ് ഒരാൾ വരച്ചതാണ് എന്ത് ചെയ്യണത്, ഈ കാണുന്നത്. നോക്കി, പലതരത്തിലുള്ള ബ്രഷ് കാണാൻ പറ്റും, പലതരത്തിലുള്ള ബ്രഷ് കാണാൻ പറ്റും. ഇതൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ ആളുകൾ വരച്ചത്. നിങ്ങൾക്ക് വരക്കട്ടോ, ഈ പ്ലാറ്റ്ഫോമിൽ ആളുകൾ വരച്ചിട്ടുള്ള ബ്രഷുകളാണ് ഇതൊക്കെ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ കമ്പ്യൂട്ടർ കീബോർഡ് നിങ്ങൾ നോക്കിക്കേ, പലതരത്തിലുള്ള കീബോർഡുകൾ, വയറുള്ള കീബോർഡ്, വയറില്ലാത്ത കീബോർഡ് അല്ലേ? അതേപോലെ തന്നെ ഒരുപാട് കീയുള്ള കീബോർഡ് എന്ന് തുടങ്ങിയിട്ട് പലതരത്തിലുള്ള കമ്പ്യൂട്ടർ കീബോർഡ്സ് ആളുകൾ വരച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ന്യൂസ് പേപ്പർ എടുക്കാം. നോക്കൂ നിങ്ങൾ, ന്യൂസ് പേപ്പർ, ന്യൂസ് എന്ന് എഴുതിയത്. ഇപ്പോൾ ഫിർദൗസ് വെച്ചത് 2 സൈഡ് തുറന്നിട്ടുള്ള ന്യൂസ് പേപ്പറാണ്. എന്നാൽ തുറക്കാത്ത ന്യൂസ് പേപ്പർ ഉണ്ട്, ചുരുട്ടിയ ന്യൂസ് പേപ്പർ ഉണ്ട്. ഒരാൾ ന്യൂസ് പേപ്പറിൻ്റെ കൂടെ ഒരു കണ്ണട വരച്ചിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ പല കൈൻഡ് ഓഫ് ന്യൂസ് പേപ്പർ ആളുകൾ വരച്ചത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിതാ ബക്കറ്റ് എടുക്കാം. പല തരത്തിലുള്ള ബക്കറ്റ്, പിടിക്കാൻ പിടിയുള്ള ബക്കറ്റ്, പിടിയില്ലാത്ത ബക്കറ്റ്, വെള്ളം നിറച്ച ബക്കറ്റ്, വെള്ളം ഇല്ലാത്ത ബക്കറ്റ്, പലതരത്തിലുള്ള ബക്കറ്റ് ആൾക്കാർ വരച്ചിട്ടുണ്ട്. നമുക്ക് ആൻവിലാണല്ലോ കിട്ടാത്തത് നോക്കാം. ഇതെന്താണ് സംഭവം? ഹാമറായിട്ട് അടിക്കുന്ന ഇത് മെക്കാനിക്കൽ എഞ്ചിനീയർമാരുടെ വേണം, നമ്മൾ അൻഫസ്ഖാൻ്റെ പോലത്തെ വരക്കണമെങ്കിൽ. പിന്നെ അപ്പോൾ എങ്ങനെ ഇത് മനസ്സിലാവുന്നത്? ഇതെങ്ങനെ മനസ്സിലാവുന്നത് ആലോചിച്ചാൽ മതി. നമ്മൾ നോക്കൂ നിങ്ങൾ, ഇതൊക്കെ പല ആളുകൾ വരച്ചിട്ടുള്ള പെയിന്റ് ബ്രഷാണ്. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടാവും അല്ലേ? പെയിന്റ് ബ്രഷ് ആകുമ്പോൾ എന്തുണ്ടാവും? ഒരു പിടുത്തം ഉണ്ടാവും, ഒരു ഉദാഹരണത്തിന് അല്ലേ? ഒരു പിടുത്തം ഉണ്ടാവും, ഒരു ബ്രഷിൻ്റെ കുറച്ച് രോമങ്ങൾ ഉണ്ടാവും അല്ലേ? ഇത് ഓൾറെഡി കുറേ ആളുകൾ വരച്ചിട്ട് എന്ത് ചെയ്യാം? മെഷീനിന് അറിയാം ഇങ്ങനെയുള്ളത്. ഏതുപോലെ നമ്മളൊരു കാര്യം പഠിക്കുന്ന പോലെ, നമ്മളെങ്ങനെ ഒരു കാര്യം പഠിക്കലേ? ഇപ്പോൾ ഇന്നൊരു കാര്യം മാങ്ങയാണ് എന്നുള്ളത് നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക? ഇപ്പോഴല്ല, ചെറുപ്പത്തിൽ എങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സംഭവം മാങ്ങയാണെന്നുള്ളത് നമ്മൾ എങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക? അതായത് മാങ്ങൻ്റെ ഒരു ഷേപ്പ് അല്ലെ, അതിൻ്റെ ഒരു കളറ്, ഒരു പച്ച കളറ് അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറ് അല്ലേ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ പാറ്റേൺസ്, പലതരത്തിലുള്ള മാങ്ങ അല്ലേ? ഇപ്പോൾ ഒരു കുട്ടീനെ മാങ്ങ അങ്ങനെ കണ്ടാൽ മനസ്സിലാവുക. നീലൻ മാങ്ങ ഉണ്ട്, അൽഫോൺസോ മാങ്ങ ഉണ്ട്, മൂവാണ്ടൻ മാങ്ങ ഉണ്ട്, കോമാങ്ങ ഉണ്ട്. ഇതെങ്ങനെ മനസ്സിലാവുക? ഓരോന്നിനും ഓരോ ഷേപ്പാണ്, ഓരോന്നിനും ഓരോ കളറൊക്കെ ആയിരിക്കും ഉണ്ടാവുക. എന്നാലും നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? നമ്മുടെ മനസ്സിലൊരു പാറ്റേൺ ഉണ്ട്. ഒരു മാങ്ങ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏകദേശം ഷേപ്പ് ഇതാണ്, അതിൻ്റെ ഏകദേശം കളർ ഇതാണ്. ഇതേപോലെ മെഷീനും ഇവിടെ പഠിക്കുകയാണെന്ത്? ഒരു ബ്രഷ് എന്ന് പറഞ്ഞാൽ അതിനൊരു പിടുത്തം ഉണ്ടാവും. അതേപോലെ തന്നെ അതിനിങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും അല്ലേ? ഇനി അതല്ലാത്തൊരു ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു കോലായിരിക്കും, വലിയ കട്ടില്ലാത്തൊരു കോലായിരിക്കും ഉണ്ടാവുക. അതിന് ചെറിയ അറ്റത്തതായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് കുറേ പാറ്റേൺസിലൂടെ പഠിക്കുക. എങ്ങനെ ഈ പാറ്റേൺസ് കിട്ടുന്നത്? നിങ്ങൾ വരച്ചിട്ട്. ഇതെത്രയാണ്? ഇത് ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിൽ കയറി വരക്കുന്നുണ്ട്. ആ വരച്ച പെയിന്റ് ബ്രഷ് എന്ന് മനസ്സിലാക്കുകയാണെന്ത്? ഇതാണ് നമുക്ക് വേണ്ട ബ്രഷ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു കീബോർഡ് എന്നുള്ളത് എന്ത് ചെയ്യാണ്? ഇത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ബേസിക്കലി. കാരണം ഇത് ഇതേപോലെ ഒരുപാട് ആൾക്കാർ വരക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി AI വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്?
വർക്ക് ചെയ്യുന്നത് പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്തിട്ടാണ്. പല കാര്യങ്ങളിലുള്ള പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാറ്റ കൊടുക്കണം. നമ്മളിപ്പോൾ എന്താ ഡാറ്റ കൊടുത്തത്? നമ്മൾ വരച്ചു കൊടുത്തു അല്ലേ? നമ്മൾ വരച്ചു കൊടുത്തപ്പോൾ എക്ക് മനസ്സിലായി ഇങ്ങനെ കുറേ ആൾക്കാർ മുമ്പ് വരച്ചിട്ടുണ്ട്, അതേപോലത്തെ ഒരു ചിത്രമാണിത്, അതേപോലത്തെ ഒരു ബക്കറ്റാണിത്, അതേപോലത്തെ ഒരു ഡോഗാണിത്, അതേപോലത്തെ ഒരു പെയിന്റ് ബ്രഷ് ആണിത്. അപ്പോൾ ഇതെന്താണ്? ഇതും പെയിന്റ് ബ്രഷ് ആണ് അല്ലേ? അപ്പം നമ്മൾ കുറേ ഡാറ്റ കൊടുക്കുമ്പോഴാണ് എക്ക് എന്ത് ചെയ്യുക, എക്ക് തിരിച്ച് കാര്യങ്ങൾ മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ എക്ക് ബേസിക്കലി വേണ്ടത് ഡാറ്റയാണ്. ഇന്നത്തെ കാലത്ത് ഇത്രത്തോളം വരാനുള്ള കാരണം എന്താണ്? ഇത്രത്തോളം നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കുതിച്ചു കയറാൻ കാരണം എന്താ? നമ്മൾ അത്രത്തോളം ഡാറ്റ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 10 കൊല്ലം മുമ്പ് ഇത്രയധികം ഡാറ്റ ഇല്ലായിരുന്നു. ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ചുള്ള എന്ത് വിവരങ്ങളും ആവാം. അപ്പോൾ 10 കൊല്ലം മുമ്പ് നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ ഗൂഗിളിൽ ചോദിച്ചാൽ അറിയില്ല, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളെ കുറിച്ച് ഒരു വിവരം ആർക്കും ഇല്ല. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് നിങ്ങളുടെ ഒരു ഫേസ്ബുക്ക് പേജ് എടുത്താൽ മതി, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് എടുത്താൽ മതി, യൂട്യൂബ് എടുത്താൽ മതി, നിങ്ങൾ ആരാണെന്ന് അറിയാം. നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ട്, നിങ്ങൾ എവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയൊക്കെ പോകുന്നുണ്ട്. ഗൂഗിൾ മാപ്പ് നോക്കിയാൽ മതി നിങ്ങൾ എവിടെയൊക്കെ പോകുന്നുണ്ട് എന്ന് അറിയാൻ. ഫേസ്ബുക്കിൽ നോക്കിയാൽ മതി നിങ്ങൾ ആരൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ട്, പൊളിറ്റിക്സിൽ ആരെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് അറിയാൻ. റിലീജിയസ്ലി നിങ്ങൾ ആരെയാണ് ഫോളോ ചെയ്യുന്നതൊക്കെ അറിയാൻ എന്ത് ചെയ്താൽ മതി, ഫേസ്ബുക്കിൽ നിങ്ങളുടെ ഡാറ്റ എടുത്താൽ മതി അല്ലേ? നിങ്ങൾ എന്തൊക്കെ കൈൻഡ് ഓഫ് വീഡിയോ ആണ് കാണുന്നത്, ഷോർട്സ് ആണോ, ലോങ് വീഡിയോസ് ആണോ, അതിൽ തന്നെ എന്താണ് സ്പോർട്സ് ആണോ, അതോ വേറെ എൻ്റർടൈൻമെൻ്റ് ആണോ, അതല്ല പൊളിറ്റിക്സ് ആണോ, അതല്ല സയൻസ് വീഡിയോസ് ആണോ, ടെക്നോളജി വീഡിയോസ് ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ മതി. അപ്പം നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഡാറ്റ അവൈലബിൾ ആണ്. നമ്മൾ ആരും എന്തല്ല, ഇന്ന് അജ്ഞരല്ല. നമ്മളെക്കുറിച്ച് എന്താണ് ആർക്കും ഒന്നും അറിയില്ല എന്ന് നമ്മൾ വെറുതെ വിചാരിക്കുകയാണ്. നമ്മളെക്കുറിച്ച് ഫേസ്ബുക്കിനും ഗൂഗിളിനും യൂട്യൂബിനും ഒക്കെ നമ്മളെക്കുറിച്ച് നമ്മൾ പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാം. അതിൽ നിന്ന് നമ്മളെ കുറിച്ച് മനസ്സിലാവും. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ അടുത്ത് കാണാൻ തീരുമാനിക്കുന്നത് ആരാണ്? നിങ്ങൾ അടുത്തത് എന്ത് കാണാൻ തീരുമാനിക്കുന്നത് ആരാണ്? നിങ്ങളല്ല. നിങ്ങളുടെ മുമ്പിൽ അൽഗോരിതം ഇട്ട് തരാണ്, ഇട്ട് തരാണ് എന്ത്, ഇയാൾ സാധാരണ ഇതൊക്കെയാണ് കാണാറുള്ളത്, അപ്പോൾ അടുത്ത് കാണേണ്ടത് ഇതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാണ്, നമുക്ക് പറഞ്ഞു തരാണ്, നിങ്ങൾ ഇതാണ് കാണേണ്ടത്. സജഷൻസ്, സൈഡിൽ സജഷൻസ് വരും, അതാണ് നമ്മൾ കാണുന്നത് അല്ലേ? നിങ്ങൾക്കനുസരിച്ച് ആഡുകൾ, നിങ്ങൾക്കനുസരിച്ച് പരസ്യങ്ങൾ വരുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാമാണ്, നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാമാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് പരസ്യങ്ങൾ വരികയാണ് അല്ലേ? അപ്പോൾ നമ്മളെ കുറിച്ച് ഡാറ്റ കൂടുതൽ കൊടുക്കും തോറും ഈ എന്നുള്ള സംഭവം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സംഭവം സ്മാർട്ടായി മാറും. ഏതുപോലെ നമ്മളും ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ചെറിയ കുട്ടിയാവുമ്പോൾ നമുക്ക് കുട്ടികൾ കട്ടിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ നടക്കുമ്പോൾ വീഴുമോ നമുക്ക് പേടിയാണ് അല്ലേ? ഒരു തവണ വീണാൽ എന്ത് ചെയ്യില്ല, പിന്നെ കുട്ടി അതിൻ്റെ അടുത്തേക്ക് പോകില്ല. കാരണം എന്താ, കുട്ടി പഠിച്ചു, ബൈ എക്സ്പീരിയൻസ്. കുട്ടിക്ക് ഡാറ്റ കിട്ടി, എന്ത്, വീണാൽ വേദനാവും അല്ലേ, ചൂടുള്ളത് തൊട്ടാൽ അവിടെ പൊള്ളും. ഈ ഡാറ്റ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അതെന്ത് ചെയ്യില്ല, പിന്നെ അത് ചെയ്യൂല അല്ലേ? അതെന്താണ്, ഒരു ഡാറ്റ ഡ്രിവൺ ആക്ടിവിറ്റിയാണ്, ഡാറ്റയിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. ഇതേപോലെ മെഷീൻസും പഠിക്കുകയാണ്. മെഷീൻസും വലിയ വലിയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് പവേഴ്സ് ഉപയോഗിച്ച് ഈ ഡാറ്റയിൽ നിന്ന് പഠിക്കുകയാണ്. എന്ത്, ഇന്നെന്ന കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, ഇന്നെന്ന കാര്യങ്ങളാണ് ഇയാൾ വാങ്ങാൻ സാധ്യത ഉള്ളത്. ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യാഴാഴ്ച വൈകുന്നേരം ആണെങ്കിൽ ഇയാൾ ഇന്ന സ്ഥലത്താവാനാണ് സാധ്യത. ചിലപ്പോൾ നമുക്കറിയുണ്ടാവില്ല. പക്ഷേ ഒരു കോളേജ് കുട്ടി എല്ലാ വെള്ളിയാഴ്ചയും എന്ത് ചെയ്യാണ്, എല്ലാ വെള്ളിയാഴ്ചയും അയാൾ കോളേജിൻ്റെ അപ്പുറത്തുള്ള ഒരു ഹോട്ടലിൽ പോകുന്നുണ്ടെന്ന് ഈ ഗൂഗിൾ മാപ്പിന് അറിയുന്നുണ്ടാവും. എന്ത്, ലൊക്കേഷൻ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഈ ഹോട്ടലിൽ പോകാനാണ് സാധ്യത അല്ലേ? അപ്പോൾ ഈ ഡാറ്റയിൽ നിന്നാണ് ബേസിക്കലി പഠിക്കുന്നത്. ഞാൻ ഇത്രയും സിമ്പിളായി പറഞ്ഞുതരാൻ ശ്രമിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പേരിലും നമ്മൾ ഒരുപാട് തട്ടിപ്പുകളിൽ ഇരയാക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്നുള്ള പേരിലൊക്കെ സാമ്പത്തിക തട്ടിപ്പുകൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഇതെന്തോ നമുക്കെന്തോ അറിയാത്ത, നമുക്കൊന്നും മനസ്സിലാവാത്ത എന്തോ ഒരു സംഭവമാണെന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയൊന്നുമല്ല. നമുക്ക് ചുറ്റുമുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റയിൽ നിന്ന് എന്ത് ചെയ്യാണ്, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഇത് ചെയ്യുന്നത്, പാറ്റേണുകൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് കാണിച്ചത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്കഷനിൽ ഇതെങ്ങനെ നമ്മുടെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും, അതേപോലെ തന്നെ എന്താ പറയുക, ഇത് നമ്മുടെ എത്തിക്സുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്, അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിലെല്ലാം എന്തെല്ലാം മാറ്റങ്ങളാണ് എയിലൂടെ കടന്നു വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് മറ്റ് പാനലിസ്റ്റുകൾ വിശദീകരിക്കും. ഏകദേശം ഒരു ധാരണ കിട്ടിയോ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്നുള്ളത്? കിട്ടിയ ആൾക്കാരൊന്ന് കൈ നോക്കിക്കേ. അൽഹംദുലില്ലാ. ഓക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി ഡിസ്കഷനിലോട്ട് പോകാം. അജ്മൽ സാറിൻ്റെ സംസാരത്തിൽ നിന്ന് നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്യുവർലി വർക്ക് ചെയ്യുന്നത് എന്താണ്, ഡാറ്റ നമ്മളിൽ നിന്നും റിസീവ് ചെയ്തിട്ട് അതനുസരിച്ചിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ത് ചെയ്യുന്നത്, നിർമ്മിത ബുദ്ധി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വിവിധങ്ങളായ മേഖലകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് മുനവർ സാറിനോടാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അതായത് ഒരു ഓൺട്രപ്രണർ എന്നുള്ള നിലയിൽ, ഒരു ബിസിനസ് സംരംഭകൻ
ഇന്ന് ഒരു നമ്മുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വരുന്ന ഒരാൾ, അവരിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അവർ വെൽ എക്യുപ്ഡ് ആണോ, അതല്ലെങ്കിൽ ഈ രൂപത്തിൽ അവർ ക്വാളിഫൈഡ് ആണോ എന്ന് നമ്മളൊരു ക്രൈറ്റീരിയ ആയിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ വെക്കാറുണ്ടോ? അതല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് അവർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ എക്സൽ ചെയ്ത ഒരാളെയാണോ നമ്മൾ? അതല്ല എന്നുണ്ടെങ്കിൽ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത നോർമലി വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ഒരു സൈഡിൽ വരുന്നു, എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വളരെ എക്സൽ ചെയ്യുന്ന മറ്റൊരു കാൻഡിഡേറ്റ്. ഇങ്ങനെ വരുന്ന സമയത്ത് ആസ് എൻ എംപ്ലോയർ സാധാരണ ബിസിനസ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സെലക്ഷൻ പ്രോസസ്സുകളിൽ എന്ത് നിലപാടുകളാണ് നിങ്ങൾ എടുക്കാറുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് എംപ്ലോയബിലിറ്റി, ഒരു ജോലി, അതുപോലെ തന്നെ ആ ജോലി നേടാൻ വേണ്ടിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികൾ, പുതിയ ഈ തലമുറയിലെ ആളുകൾ, അല്ലെങ്കിൽ വ്യത്യസ്ത തലമുറയിലെ ആളുകൾ, ജോലിക്ക് പോകുന്ന ആളുകൾ, പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കരിയറിലെ മറ്റു ജോലികളിലേക്ക് ഒരു സ്ഥാപനത്തിൽ നിന്ന് മാറി മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന ആളുകളൊക്കെ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെ ചോദിച്ചത്. AI എന്നുള്ളത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് ഒരാളുടെ സ്കില്ല് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത്, ഒരു ജോലിക്ക് എടുക്കുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. ബേസിക്കലി നമ്മൾ ജോലിയുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ പെർസ്പെക്റ്റീവിൽ, ഒരു ജോലിക്ക് ഒരാളെ എടുക്കുന്ന ഒരു പെർസ്പെക്റ്റീവിൽ, ഒരു എംപ്ലോയർ ജോലി കൊടുക്കുന്ന ആൾ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ നിരീക്ഷിക്കും ഒരു ആളെ എടുക്കുന്ന സമയത്ത്. ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാർഡ് സ്കിൽ എന്ന് പറയും. അയാൾക്ക് ആ പറയപ്പെട്ട ജോലി ചെയ്യാൻ ഉള്ള കഴിവ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഒരു കച്ചവടക്കാരനാണെന്നുണ്ടെങ്കിൽ കച്ചവടത്തിലൊരു സെയിൽസ്മാൻ എടുക്കുകയാണെങ്കിൽ അവർ നോക്കൽ എന്താണ്? ആ കച്ചവടത്തിൽ ആ സെയിൽസ്മാൻ അവർക്ക് ഒരു കസ്റ്റമറോട് പ്രോപ്പർലി പറഞ്ഞു കൊടുക്കാനുള്ള ആ പ്രൊഡക്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ അവർ വിൽക്കുന്ന വിൽപ്പന ചരക്കിനെ കുറിച്ച്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സർവീസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള സ്കില്ലുണ്ടോ എന്നുള്ളത്. ഒരു അക്കൗണ്ടൻറ്റിനെ എടുക്കുകയാണെങ്കിൽ എന്താ നോക്കൽ? അവർക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർ കണക്ക് പരിശോധിക്കാനും കണക്കുകൾ രേഖപ്പെടുത്താനുള്ള സ്കില്ലുണ്ടോ, അത് പഠിച്ചിട്ടുണ്ടോ? അത് മിക്കവാറും നമുക്ക് കിട്ടാറുള്ളത് നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നാണ്. നമ്മൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമല്ലോ, അവൻ എന്താ പഠിച്ചത്? അവന് BCom ആണ് പഠിച്ചത്, BTech ആണ് പഠിച്ചത്, അല്ലെങ്കിൽ BA ആണ് പഠിച്ചത്. ഒരു അധ്യാപകനെ റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ, ഒരു ഹിസ്റ്ററിക്കുള്ളൊരു അധ്യാപകനെ റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ ഒബ്വിയസ്ലി ഉറപ്പായിട്ട് നോക്കുന്ന കാര്യമാണ് ഹിസ്റ്ററിയെക്കുറിച്ച് അദ്ദേഹത്തിന് ധാരണ ഉണ്ടോ എന്നുള്ളത്. എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇതാണ് ഇതിൻ്റെ ഹാർഡ് സ്കിൽ എന്ന് പറയാം. രണ്ടാമത് നോക്കുന്ന സ്കില്ലാണ് സോഫ്റ്റ് സ്കില്ല് എന്നുള്ളത്. അതായത് ഒരാളെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രോപ്പർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ടീച്ചർ എടുക്കുകയാണെങ്കിൽ ടീച്ചറിന് എന്ത് സ്കില്ല് അടിസ്ഥാനപരമായി വേണം? ഹിസ്റ്ററി അറിഞ്ഞതുകൊണ്ട് ഹിസ്റ്ററി ടീച്ചർ ആകാൻ കഴിയില്ല. ആ ഹിസ്റ്ററിയെ ഏറ്റവും സരസമായ രൂപത്തിൽ തൻ്റെ മുന്നിലിരിക്കുന്ന ഓഡിയൻസ്, കുട്ടികൾക്ക് മുന്നിൽ അത് പഠിപ്പിക്കാനുള്ള, അവർ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രഭാഷണം നടത്തി പോലല്ലോ, അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ പഠിപ്പിക്കാനുള്ള സ്കില്ലുണ്ടോ? ആ നിലക്കുള്ള പ്രസൻറ്റേഷൻ സ്കില്ലുകൾ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ, ഇൻ്റർ പേഴ്സണൽ സ്കിൽസ്. ഇപ്പോൾ നമ്മളൊരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള, ഒരുപാട് സ്വഭാവക്കാരായിട്ടുള്ള, ഒരുപാട് ബിഹേവിയറൽ ഉള്ള ആളുകൾ അവിടെ ഉണ്ടാകും. അപ്പോൾ അവരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരൊക്കെ ഡീൽ ചെയ്യാനും, നമ്മൾ വീട്ടിലുള്ള ആളെ പോലെ, വീട്ടിലുള്ള നമ്മളുടെ സഹോദരങ്ങളോട് പെരുമാറുന്ന പോലെ അവിടെ പെരുമാറാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുന്ന, ഏറ്റവും കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കുന്ന ആളാണോ? ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സോഫ്റ്റ് സ്കില്ലുകൾ വേണം. ഇപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയപ്പെടുന്നത് അവന് ഹാർഡ് സ്കിൽ പെട്ടതല്ലെങ്കിലും ഇംഗ്ലീഷ് യൂസ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു സോഫ്റ്റ് സ്കില്ലായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു സ്കില്ല്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം വന്നപ്പോൾ പഴയ കാലങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സ്പീഡപ്പായി. കുറേ കാര്യങ്ങൾ നമ്മൾ സ്ഥാപനങ്ങളിൽ, മിക്കവാറും സ്ഥാപനങ്ങളിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ട് പല ആവശ്യങ്ങൾക്കും. അപ്പോൾ നമ്മൾ പുതിയ കാലത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നോക്കുന്നതാണ് ഡിജിറ്റൽ സ്കിൽസ് എന്നുള്ളത്. അതായത് ബേസിക്കലായിട്ട് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഡിവൈസസ് യൂസ് ചെയ്യാൻ, അതിലുള്ള ബേസിക് ടൂൾസുകൾ യൂസ് ചെയ്യാൻ. അവർക്ക് ടൈപ്പിംഗ് അറിയോ? പണ്ടത്തെ കമ്പ്യൂട്ടർ വരുന്നതിന് മുന്നേ ടൈപ്പിംഗ്, ഇപ്പോൾ ടൈപ്പ് റൈറ്റർ ആ സമയത്തുണ്ടാവും, അതിന് മുന്നേ ഒന്നും അതിൻ്റെ ആവശ്യമില്ലല്ലോ, എഴുതാൻ അറിഞ്ഞാൽ മതി. പക്ഷേ ടൈപ്പ് റൈറ്ററും കമ്പ്യൂട്ടർ വന്നപ്പോൾ സ്വാഭാവികം എന്ത് മാറി? അവന് ടൈപ്പിംഗ് അറിയണം, കുറച്ചൊക്കെ സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റണം, ടൈപ്പ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അത് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ അറിയുന്ന ആൾ ആണെങ്കിൽ പല ജോലികൾക്കും എളുപ്പമായിരിക്കും. അതേപോലെ തന്നെയാണ് ഇൻ്റർനെറ്റ് യൂസേജ്, അത് ഡിജിറ്റൽ മേഖലയിലൊരു കാര്യമാണ്. കാരണം ഇൻ്റർനെറ്റ് വന്നപ്പോൾ അവിടെ കിട്ടിയ ഏറ്റവും വലിയ ഉപകാരം, ഫോർ എക്സാമ്പിൾ ഗൂഗിൾ. പണ്ടൊരു സംശയം വന്നാൽ ആ സംശയം തീർക്കണമെന്നുണ്ടെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം. അപ്പോൾ അറിവുള്ളവരില്ലെങ്കിൽ പിന്നെ അറിവ് നമുക്ക് ലഭിക്കുന്ന ലൈബ്രറികളെ ഡിപ്പെൻഡ് ചെയ്യണം.
അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അതിൻ്റെ പുസ്തകങ്ങൾ വേണം, അത് മറിച്ച് നോക്കാനുള്ള സംവിധാനം വേണം. പക്ഷേ ഗൂഗിൾ വന്നപ്പോൾ എത്രമാതിരി സൗകര്യങ്ങൾ വന്നത്. ആ ഗൂഗിളിൽ ഒരു സംശയം ചോദിച്ചാൽ ഒരുപാട് ഉത്തരങ്ങൾ വരും, അതിൽ നമുക്ക് വേണ്ട ഉത്തരങ്ങൾ ഏതാണ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അപ്പോൾ ഇൻ്റർനെറ്റ് അറിയുക എന്നുള്ളതൊരു സ്കില്ലായിരുന്നു. അതേപോലെ തന്നെ വളരെ ബേസിക്കായ സ്കില്ലുകൾ ആളുകൾ നോക്കുന്നത് പിന്നെ ഈ മൈക്രോസോഫ്റ്റ് വേർഡ്, അതുപോലെ തന്നെ എക്സൽ മായി ബന്ധപ്പെട്ട. കാരണം എല്ലാവരും പല കമ്പനികൾക്കും പല സ്ഥാപനങ്ങൾക്കും ഒരു കടക്ക് ഒരു സാധാരണ ഒരു ചായക്കടക്ക് വരെ വേണ്ട ഒരു ഇതാണ്. കാരണം അവരുടെ ഡാറ്റ എത്ര ആളുകൾ ഇന്നത്തെ ദിവസം ചായ കുടിച്ചു, അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ എക്സ്പെൻസ് വന്നത്, അങ്ങനെ വളരെ ബേസിക്കായ കാര്യങ്ങൾ പോലും കമ്പ്യൂട്ടറിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇൻപുട്ട് കൊടുക്കുന്നതിലൂടെ നമുക്ക് കുറേ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ സ്കില്ലുകളൊക്കെ ചെറിയ ലെവൽ ഓഫ് ബിസിനസ്സുകൾ മുതൽ വലിയ വലിയ സംവിധാനങ്ങൾ സംരംഭങ്ങൾക്കൊക്കെ ആവശ്യമുണ്ട്. ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിനൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് ഡിജിറ്റൽ സ്കില്ലിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇൻ്റർനെറ്റ്, അപ്പോൾ അത് യൂസ് ചെയ്യാനാണ് ഗൂഗിൾ എങ്ങനെയാണ് ഗൂഗിൾ ഓപ്പൺ ആക്കേണ്ടത്, ഗൂഗിൾ എങ്ങനെയാണ് ഒരു കാര്യം ചോദിക്കേണ്ടത് എന്നൊന്നും അറിയാത്ത ഒരാളെ ഇന്നത്തെ കാലത്ത് പല ജോലിക്കും പറ്റൂല എന്നുള്ള പറയുന്ന ഒരു കാലഘട്ടം നമ്മൾ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി നമ്മളെല്ലാവരും അത് യൂസ് ചെയ്തു. ഇനി ആളുകൾ പ്രോപ്പർലി അഡ്വാൻസ്ഡായി വന്ന ഈ AI ബന്ധപ്പെട്ട് നേരത്തെ അജ്മൽ സൂചിപ്പിച്ച പോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എളുപ്പമാക്കുന്ന ഒരു സംവിധാനമാണ് AI എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എളുപ്പത്തെ ഏറ്റവും കൂടുതൽ ആദ്യം എടുക്കലേ ഒരു ടൂൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആദ്യം അതിനെ സ്വീകരിക്കൽ ബിസിനസ്സുകാരാണ്, ഏറ്റവും നന്നായിട്ട് അവരുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് AI ടൂൾസുകൾ ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ ഒരാൾ ജോലിക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ തൻ്റെ മുന്നിൽ നല്ല കഴിവുള്ള ഒരാളുണ്ട്, അപ്പുറത്ത് അത്രത്തോളം കഴിവില്ല പക്ഷേ ഏറ്റവും നന്നായിട്ട് AI യൂസ് ചെയ്യുന്ന ആളുണ്ട്. ഇതിലെങ്ങനെ ചൂസ് ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. കാരണം ഒരു ബിസിനസ് സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയ പല പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. AI അറിയുന്ന ആളെക്കുറിച്ച് പറയാനുള്ളത് അവൻ സ്മാർട്ടർ ആയിരിക്കും, ഫാസ്റ്റർ ആയിരിക്കും, മോർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്ന് പറയാം. കാരണം AI യൂസ് ചെയ്യുന്ന ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ട്, കാരണം നമ്മൾ പറയാറുണ്ട് ഷോർട്ട് കട്ടുകൾ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ആണ് ചില പണികൾ കൊടുത്താൽ ഏറ്റവും നല്ല സൊല്യൂഷൻ കിട്ടുന്നത്. എല്ലാം ഭയങ്കര സിസ്റ്റമാറ്റിക്കായി ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോൾ ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവർ നമ്മൾ സ്മാർട്ടർ ആയിട്ടുള്ള ആളുകളെന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ടാസ്ക് കൊടുത്താൽ ഏറ്റവും സ്മാർട്ടായിട്ട് ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യുന്ന ആളാണ് സ്മാർട്ടറായിട്ടുള്ള ആളെന്ന്. ഫാസ്റ്റർ എന്നുള്ളത് ഒരു വർക്ക് കൊടുത്താൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് ചെയ്ത് തീർക്കുക. ഒരു വലിയൊരു കുറിപ്പ് ചെയ്ത് ഉണ്ടാക്കണം. ഒരു സ്ഥാപനത്തിന് ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമാണ്, വിദ്യാഭ്യാസ സ്ഥാപനമാണ്, അവർക്കൊരു റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എഴുതി ഉണ്ടാക്കുക, അതിൻ്റെ എല്ലാ കണ്ടൻറ്റുകളും എഴുതി അതിൻ്റെ പ്രാസമൊപ്പിച്ച് എഴുതി പോവുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. അത് എഴുതാൻ അറിയാമെന്നുള്ളത് അത് കുറേ സമയം എടുക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ ഒരു AI ടൂൾ ഉപയോഗിക്കുന്ന ആൾ, ഫോർ എക്സാമ്പിൾ ChatGPT പോലത്തെ ടൂൾ ഉപയോഗിക്കുന്ന ആൾ ഒരു 4-5 വരി ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നതിലൂടെ എന്താണോ ആവശ്യമുള്ളത് അത് എത്ര ലെങ്തി ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ സിമ്പിളാണ്. ഒരു ഇൻ്റർവ്യൂവറെ സംബന്ധിച്ചിടത്തോളം അവിടെ നോക്കൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളെ ആണ് എടുക്കുക. അപ്പോൾ അവിടെ AI പഠിച്ച ആൾ, AIൻ്റെ ടൂളുകൾ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പ്രിഫറൻസുകൾ കൂടാൻ സാധ്യത വളരെ കൂടുതൽ. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇൻ്റർവ്യൂസ് നടക്കുന്നത്. അതുപോലെ തന്നെ മോർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, കാരണം ഒരു വർക്ക് ഇന്ന് AI ടൂളുകൾ തന്നെ വ്യത്യസ്തങ്ങളായ ടൂളുകളുണ്ട്. അതിൽ ഇപ്പോൾ ഒരു കണ്ടൻറ് ക്രിയേഷൻ എന്നുള്ളത്, നമുക്കൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ വളരെ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിന് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം. ആ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ടൈറ്റിലിംഗ് വേണം, നല്ല ടൈറ്റിലിംഗ് വേണം. അപ്പോൾ ടൈറ്റിലിംഗ് എഴുതാൻ പറ്റുന്ന ആളുകൾ ഒരു വലിയൊരു പാരഗ്രാഫ് എഴുതാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കും, പക്ഷേ ആ പാരഗ്രാഫിനെ ചുരുക്കി ചെറുതാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ കണ്ടൻറ് ഡെവലപ്മെൻറ്റ് വ്യത്യസ്തങ്ങളായ കണ്ടൻറ്റുകൾ അവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ പോസ്റ്റർ ഉണ്ടാക്കുക എന്നുള്ളത്, ഇന്നത്തെ കാലത്ത് മുമ്പൊക്കെ പോസ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കുന്ന ഷോപ്പിലോ അതിൻ്റെ ഏജൻസികളോ ഏൽപ്പിക്കണം. പക്ഷേ ഇന്ന് നമ്മൾ എന്ത് ടൈപ്പ് പോസ്റ്ററാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കണ്ടൻറ്റ് കൊടുത്താൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് പോസ്റ്റർ കിട്ടും. അപ്പോൾ ആ നിലയ്ക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ടൂളുകൾ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, വേറെ ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പ്രസൻറ്റേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ, ഇവിടെ പിന്നെ യുവാക്കളായിട്ടുള്ള ആളുകൾക്കൊക്കെ കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന സംവിധാനമാണ് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനൊക്കെ. ഇതൊക്കെ എത്രയോ മണിക്കൂറുകൾ കുറിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ജസ്റ്റ് ഒരു ക്ലിക്കിലൂടെ കൊടുക്കുന്നതിലൂടെ നമുക്ക് കണ്ടൻറ്റുകൾ കിട്ടും. അപ്പോൾ അങ്ങനെ ഇതൊക്കെ അറിയുന്നതിലൂടെ അവരുടെ ഏത് സംവിധാനത്തിനെയും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വളരെ ഉപകരിക്കും. അത് യഥാർത്ഥത്തിൽ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ പുതിയ തലമുറയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ മേഖലയിലേക്ക് പോകുന്ന ആളുകൾ തീർച്ചയായും അതിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിച്ചിരിക്കുക. അത് നമ്മൾ പ്രോംപ്റ്റിംഗ് എന്നാണ് ബേസിക് AI ലാംഗ്വേജിൽ പറയാം. ഒരു AIനോട് എന്ത് ചോദിക്കണം എന്നുള്ളത്, നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും AIനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ.
ചിലപ്പോൾ ഒരു കണ്ടന്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു പോസ്റ്റർ ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലുള്ള ഒരു അനാലിസിസ് ആയിരിക്കും, ഒരു എക്സൽ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ അതിനോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതൊരു ഒരു 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 മെഷീനാണ്. ആ മെഷീനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ മെഷീനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭാഷ അറിയണം. നമ്മൾ പരസ്പരം അറിയുന്ന ഭാഷ, സംസാരിക്കുന്ന ഭാഷ, അല്ലെങ്കിൽ എനിക്ക് എന്താണെന്നുള്ള വേണ്ടതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമാണ് കറക്റ്റ് ചോദിച്ചാൽ കിട്ടുക. നേരത്തെ അജ്മൽ സൂചിപ്പിച്ചു, ഒരുപാട് ആളുകൾ കൊടുത്ത ഡാറ്റ അവിടെ ഉണ്ട്, കോടിക്കണക്കിന് മില്യൺ കണക്കിനുള്ള ഡാറ്റകൾ അവിടെ ഉണ്ട്. അതിൽ നിന്ന് എന്തും തരാൻ ChatGPT റെഡിയാണ്. പക്ഷെ നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ആ ചോദ്യങ്ങൾ അതിന് പ്രോപ്പറായി ചോദിക്കുമ്പോഴാണ് തരാൻ പറ്റുക. അപ്പോൾ അതിന് പറയുന്ന പേരാണ് പ്രോംപ്റ്റിംഗ് എന്നുള്ളത്. ഏറ്റവും നന്നായിട്ട് പ്രോംപ്റ്റിംഗ് യൂസ് ചെയ്യാൻ പഠിച്ചാൽ ഒരുപാട് പണികൾ എളുപ്പമാകും. അത് നമുക്ക് ജോബ് പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത കൂടുന്നതാണ്. ഓക്കെ, അതിലേക്ക് അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ഏതെല്ലാം മേഖലകളിൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് ഉണ്ടാവുമല്ലോ, അതല്ലെങ്കിൽ അത് നമുക്ക് കോസ്റ്റ് ബെനിഫിഷ്യൽ ആണോ, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ വർക്ക് ഫോഴ്സ് തന്നെയാണോ ബെറ്റർ, അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം തേടുന്നതാണോ ബെറ്റർ എന്നുള്ള ഒരു ക്വസ്റ്റ്യനോട്. ഓക്കെ, ബിസിനസ് സംവിധാനം ഇവിടെ ഒരുപാട് ആളുകൾ ചിലപ്പോൾ ബിസിനസ് മേഖലകളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ റൺ ചെയ്യുന്ന ആളുകളുണ്ടാവും. ചോദ്യം കേട്ടപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എന്താ പറയുക, ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ പിന്നെ പല ഘട്ടങ്ങളിൽ AI യൂസ് ചെയ്യാറുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പെരിന്തൽമണ്ണ അങ്ങാടിയിൽ ഇപ്പോൾ പിന്നെ ഈ പരിസരത്ത് ഇപ്പോൾ പല ആളുകളും പല ഷോപ്പുകളും പല സൂപ്പർ മാർക്കറ്റുകളും അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് പെരിന്തൽമണ്ണ. നമുക്കറിയാം പെരിന്തൽമണ്ണയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നത് എന്തിനാണ്, എന്ത് പ്രൊഡക്റ്റിനാണ് എന്നുള്ളത് അറിഞ്ഞാൽ ഒരു പക്ഷേ ആ മേഖലയിൽ ബിസിനസ് സാധ്യത കൂടാൻ ഒരു സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഈ ആളുകളൊക്കെ സെർച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല AI ടൂൾസും ഉണ്ട്. ഓരോ ഏരിയ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണ് സെർച്ച് ചെയ്യുന്നത്, ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സംവിധാനം. അപ്പോൾ അത് മനസ്സിലാക്കുക. അതേപോലെ തന്നെയാണ് ഇപ്പോൾ കുട്ടികൾ, ഇപ്പോൾ ഒരു ചെറിയ പ്രായത്തിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റുകൾ സെർച്ച് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ എന്താണ് ഓൺലൈൻ, ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഭീഷണിയായിട്ടുള്ളതാണ് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനിൽ ആളുകൾ ഇപ്പോൾ പല ആമസോണും ഫ്ലിപ്കാർട്ട് പോലത്തുള്ള സംവിധാനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പലപ്പോഴും നമ്മളെ നാട്ടിൽ കിട്ടാത്തത് കൊണ്ടായിരിക്കണം പോകുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും നമ്മളെ പെരുന്തൽമണ്ണയിലുള്ള ആളുകൾ എന്താണ് ഓൺലൈനിൽ കൂടി ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അത് കിട്ടിയാൽ എന്തേ പറ്റും, അതുപോലെ അവർ എന്ത് പ്രൈസ് റേഞ്ചിലാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സമയത്തും നമുക്ക് പ്രൈസ് തീരുമാനിക്കാൻ, നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കാൻ തീരുമാനിക്കാൻ, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റുകൾ നമ്മുടെ അടുത്ത് കൊണ്ടുവെക്കാൻ നമുക്ക് ഉപകരിക്കും. അതാണ് ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ. അപ്പോൾ എന്ത് വിൽക്കണം, അത് എങ്ങനെ വിൽക്കണം, ഏത് രൂപത്തിൽ വിൽക്കണം എന്നുള്ളതിൻ്റെ നമുക്ക് ChatGPTയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അതുപോലത്തെ ടൂളുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രോഡക്റ്റ് വിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കൽ പോസ്റ്ററുകൾ ഉണ്ടാക്കും, വാട്സപ്പ് കണ്ടന്റുകൾ ഉണ്ടാക്കും, അതൊക്കെ ഷെയർ ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും ChatGPTയോട് ചോദിച്ചാൽ എൻ്റെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്, എൻ്റെ അടുത്തൊരു ഒരു പുസ്തകമുണ്ട്, ഇതെനിക്ക് വിൽപ്പന നടത്തണം, ഞാൻ എങ്ങനെയാണ് വിൽപ്പന നടത്തേണ്ടതെന്നുള്ളത് ഈ പറയപ്പെട്ട സംവിധാനത്തോട് നമ്മുടെ ഭാഷയിൽ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞു, അത് ഏറ്റവും ബേസിക്കായിട്ട് നമ്മുടെ ലാംഗ്വേജ് നേരത്തെ അജ്മൽ കാണിച്ചല്ലോ, നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കാൻ അതിനിപ്പോൾ എന്തുണ്ട്, കുറേ ആളുകൾ അങ്ങനെ കൊടുത്ത കണ്ടന്റുകൾ വെച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഇതിൻ്റെ ഒരു പരിധിവരെ ChatGPT പോലത്തെ സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തന്നെ എനിക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് വിൽക്കാൻ എന്നെ സഹായിക്കണം, ഒരു ബുക്കുണ്ട് വിൽക്കാൻ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ആ ബുക്ക് വിൽക്കുമ്പോൾ എന്താണ് ആ ബുക്കിൻ്റെ പോസ്റ്ററായിട്ട് കൊടുക്കാൻ വേണ്ട കണ്ടന്റ് എന്താണ്, അതിന് വാട്സപ്പിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ടെക്സ്റ്റ് എന്താണ്, അതിന് പോസ്റ്ററിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞു തരും. നമ്മൾ അതുപോലെ അത് ഫോർവേഡ് ചെയ്താൽ മതി. അപ്പോൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട സംവിധാനമാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തത് നമ്മളൊക്കെ പലപ്പോഴും നമ്മളെ സ്ഥാപനങ്ങളിൽ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കും, ടാലിയോ അല്ലെങ്കിൽ ഈ അക്കൗണ്ട്സ് ബില്ലിംഗ് സോഫ്റ്റ്വെയറൊക്കെ. ബില്ലിംഗ് സോഫ്റ്റ്വെയറിലൊക്കെ നിങ്ങൾ ഓപ്ഷൻ ഉണ്ട്, റിപ്പോർട്ട്സ് എന്നുള്ളൊരു വലിയൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടോ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിലുള്ള ആ റിപ്പോർട്ട്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടും. കഴിഞ്ഞ 6 മാസം നമ്മളെ സ്ഥാപനത്തിൽ വന്ന നമ്മൾ സെയിൽ നടത്തിയ പ്രൊഡക്റ്റിൻ്റെ എണ്ണം കാര്യങ്ങളൊക്കെ കിട്ടും. ആ റിപ്പോർട്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ പറയപ്പെട്ട AI ടൂളിൽ കൊടുത്തു കഴിഞ്ഞാൽ AI പറഞ്ഞു തരും നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണ് ഏതൊക്കെ സമയങ്ങളിലാണ് ഏറ്റവും നന്നായി വിൽപ്പന നടത്തിയത്, നിങ്ങൾക്ക് ഏറ്റവും ലാഭം മാർജിൻ തന്ന പ്രൊഡക്റ്റ് ഏതാണ്, നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ച പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സാണ്, ഏതൊക്കെ സമയങ്ങളിലാണ് അവർ വന്നത്, ഏത് മാസമാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നത്, ആ സെയിൽസ് നടക്കാനുള്ള കാരണത്തെക്കുറിച്ചടക്കം അവർ അനലൈസ് ചെയ്ത് റിപ്പോർട്ട് നമുക്ക് തരും. അപ്പോൾ ഒരു ബിസിനസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആ ഒരു സംവിധാനം ഉപയോഗിക്കാം. ഇങ്ങനെ നമ്മൾ എന്ത് പണിയെടുത്ത് നോക്കുകയാണെങ്കിലും ആ പണിയെ അസിസ്റ്റ് ചെയ്യണം. നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറഞ്ഞാൽ നമ്മൾ പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്ന് പറയും.
നമ്മളൊരു അസിസ്റ്റൻ്റ് ആയിട്ട് നമുക്കറിയാലോ, നമുക്ക് ഈ പണിക്ക് എടുക്കാൻ നമ്മുടെ കൂടെ ഒരാളുണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന പല പണികളും എടുത്തു തരാൻ ഇന്ന് ടൂളുകൾ അവൈലബിൾ ആണ്. രണ്ടാമത്തെ പാർട്ട് മാസിൻ ചോദിച്ചത് അതൊക്കെ കോസ്റ്റ് ഒരുപാട് ചിലവുള്ള കാര്യമല്ല, നമുക്കൊക്കെ വയബിൾ ആവുന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഫ്രീ ആയിട്ട് ഒരു പൈസയും മുടക്കില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളുകളാണ് ഞാൻ ഇതുവരെയൊക്കെ പറഞ്ഞത്. മിക്കവാറും AI ടൂളുകൾ ഒരു 80% ഓഫ് ടൂളിൻ്റെ അതിൻ്റെ പല വേർഷൻസും ഫ്രീ ആണ്. സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകളാണ് അവൈലബിൾ ആയിട്ട് നമുക്ക് മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് കിട്ടും. ചിലവിൽ 5 പൈസ ചിലവില്ലാതെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു ലോഗിൻ ചെയ്യാൻ പറ്റുന്ന ID ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് ബേസിക്കായിട്ട് അവയർനെസ് ഉണ്ടായാൽ നമ്മുടെ സംരംഭങ്ങളും നമ്മുടെ സംവിധാനങ്ങളും എല്ലാം നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ കൂടുതൽ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് തോന്നുന്നത്. ബിസിനസ് രംഗത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പല സാധ്യതകളാണ് മുനവർ കോട്ടക്കൽ നമ്മോട് സംസാരിച്ചത്. ഇനി അടുത്തതായിട്ട് നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ് AI എവ്രിവെയർ. എല്ലായിടങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്നുണ്ട് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നു. ആക്ച്വലി ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ ഒരിക്കലും സാധ്യമല്ലെന്ന് കരുതിയ ഒരു മേഖലയായിരുന്നു മെഡിക്കൽ ഒരു മേഖല. അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ? അതല്ല എന്നുണ്ടെങ്കിൽ മെറൈൻ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് തുടങ്ങി A to Z മേഖലകളിലും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ത് ചെയ്യാണ്, പല രൂപങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഏതെല്ലാം മേഖലകളിൽ എങ്ങനെയെല്ലാമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമ്മുടെ ഡോക്ടർ ഡാനിഷ്ക സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, ബിസിനസ് രംഗത്തുള്ള ഒരുപാട് കാര്യങ്ങൾ മുനവർക്ക് നമ്മളോട് പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത്, ഇതുപോലെ ഒരുപാട് മേഖലകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു അടിസ്ഥാനപരമായ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം മെഡിസിൻ, പലപ്പോഴും നമ്മളെല്ലാവരും ഒരു ആകാംക്ഷ ഉള്ളതും ഒരുപാട് സാമ്പത്തികം ചിലവഴിക്കുന്ന ഒരു ഏരിയയാണ് മെഡിക്കൽ മേഖല. നമ്മുടെ ആരോഗ്യ സംരക്ഷണം, രോഗങ്ങൾ കണ്ടെത്തുക എന്നൊക്കെ ഉള്ളത്. പലപ്പോഴും രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം ഒരു 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 ക്യാൻസറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ്, അതിൽ കണ്ണിനൊരു എന്തെങ്കിലും ഒരു അസുഖം, അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നേരത്തെ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ പിന്നെ അതിനെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. പലപ്പോഴും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കല്ലേ. ഏറ്റവും കൂടുതൽ ആ ഒരു മേഖല പരിചയമുള്ള ഒരു 10-20 വർഷമൊക്കെ ഇപ്പം പരിചയമുള്ള ഒരാളെ നമ്മൾ കാണാൻ ശ്രമിക്കും. കാരണം എന്താ, അദ്ദേഹത്തിന് ആ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും ഇന്ന അസുഖമാണുള്ളത്. ചിലപ്പോൾ നമ്മുടെ കണ്ണോ നമ്മുടെ നാവിൻ്റെ ചുവപ്പോ അല്ലെങ്കിൽ ചെറിയൊരു പിന്നെ 1-2 ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞാൽ പറയും ഇത് ഇന്ന അസുഖമാണ്. ചിലപ്പോൾ പറയും ചെറിയൊരു അസുഖമാണ്, പ്രശ്നമല്ല. ചിലപ്പോൾ പറയും വലിയ അസുഖമാണ്, നിങ്ങൾ അടുത്ത ഡോക്ടറെ കാണിക്കണം അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം എന്നൊക്കെ പറയും. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ വളരെയധികം യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മളൊരു സ്കാൻ റിപ്പോർട്ട് എടുത്തു, ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു ഞാൻ നമ്മൾ നോക്കുന്നത് ക്യാൻസറുമായി ബന്ധപ്പെട്ടൊരു മേഖല എടുക്കുകയാണെങ്കിൽ പിന്നെ ലങ് ക്യാൻസർ എടുത്തു, അതല്ലെങ്കിൽ നമ്മളെ ശ്വാസകോശത്തിൻ്റെ ഒരു CT സ്കാൻ ഇമേജ് എടുത്തു. അപ്പോൾ അത് നല്ലൊരു വിദഗ്ധനായ ഡോക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയൊരു പാടാണ്, ക്യാൻസറിൻ്റെ തുടക്കമാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവും നോക്കിക്കഴിഞ്ഞാൽ. എന്നിരുന്നാൽ അത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അത് അങ്ങനെ കണ്ടെത്താൻ കഴിയില്ല, വളരെ വിദഗ്ധ ഒരാൾ വേണം. എന്നാൽ നമ്മൾ ഈ ഒരു സംഗതി കമ്പ്യൂട്ടറിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു 500, 1000, 10,000 ഒക്കെ പേഷ്യൻസിൻ്റെ ഡാറ്റ, അതായത് ഒരുപാട് ആളുകളുടെ പിന്നെ ഈ ക്യാൻസർ വന്നതും അല്ലാത്തതും ആയ ആളുകളുടെ പിന്നെ മെഡിക്കൽ ഹിസ്റ്ററി, അതായത് ഇപ്പം CT സ്കാൻ ഇമേജ് ആണെങ്കിൽ CT സ്കാൻ ഇമേജ് അല്ലെങ്കിൽ MRI ഇമേജ് ഒക്കെ നമ്മൾ ഈ ഫോട്ടോ കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് സ്വയം മനസ്സിലാക്കാൻ പറ്റും. അതിന് നമ്മൾ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്നൊക്കെ പറയും, ലാംഗ്വേജ് ലൈക്ക് ഇൻ്റലിജൻറ്റ് മോഡൽസ് എന്ന് പറയും. അപ്പോൾ അതായത് നമ്മളൊരു മനുഷ്യൻ മനസ്സിലാക്കുന്നത് പോലെ തന്നെ സിസ്റ്റം ചെയ്യും. അതിൽ നിന്ന് ഓരോ ഇപ്പം അജ്മൽക്ക പറഞ്ഞതുപോലെ പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യും. ഇപ്പോൾ വരച്ചത് നമ്മൾ കണ്ടല്ലോ, ഇങ്ങനെ ഓരോരോ വരച്ചതും നോക്കിയതൊക്കെ നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നതല്ലേ. ഗൂഗിൾ മനസ്സിലാക്കിയത് എന്താണ്, ഇത് കാറായിരുന്നോ, ഇത് പിന്നെ ഇന്നൊരു സംഗതി എന്നൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഒരു സ്കാനിങ്ങിൻ്റെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് ക്യാൻസർ ആണോ ക്യാൻസർ അല്ല എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ രൂപത്തിൽ പെട്ടെന്ന് രോഗങ്ങൾ തിരിച്ചറിയാൻ പറ്റും. മെഡിക്കൽ ഡയഗ്നോസിസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് അതിന് യൂസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി, കണ്ണിലുള്ള കണ്ണിൻ്റെ ഫോട്ടോ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള രോഗങ്ങൾ കണ്ടെത്താൻ പറ്റും. അതായത് ഒരുപാട് ഫോട്ടോകൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ണിൻ്റെ മുൻകൂട്ടി കൊടുക്കണം, രോഗമുള്ളതും ഇല്ലാത്തവരുടെയും.
അതുപോലെ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ, നമ്മുടെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ഇങ്ങനെയുള്ള കുറച്ച് അടിസ്ഥാന പിന്നെ ഇൻപുട്ടുകൾ മാത്രം ഇതിൻ്റെ കണക്ക് എത്രയെന്ന് ഒരു കമ്പ്യൂട്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ആപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൃദയ രോഗം പിന്നെ ഉടനടി വരുമോ, കുറച്ചു കാലം കഴിഞ്ഞ് വരുമോ. അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭക്ഷണക്രമങ്ങളൊക്കെ കൊടുത്തു നോക്കാം, നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങൾ. അപ്പം അതിന് നമ്മളെ ChatGPT വരെ അതിന് ഹെൽപ്ഫുള്ളാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതിൻ്റെ കലോറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ ചെറിയ ചെറിയ ടെസ്റ്റുകളുടെ റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സാധാരണക്കാരന് വരെ നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് നമുക്ക് ഏതൊക്കെ രോഗങ്ങൾ വരാം. ഇപ്പം അമിതമായിട്ട് പഞ്ചസാര, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര തന്നെ ഒരുപാട് രോഗങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും അതൊരു റിപ്പോർട്ടും ചാർട്ടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അതിൽ മാച്ചിങ് കാണാൻ പറ്റും. നമ്മളെ ജീവിത ശൈലി കൊണ്ട് തന്നെ വരുന്ന കുറേ സംഗതികളുണ്ട്. അതുപോലെ ഒരുപാട്, അതുപോലെ പിന്നെ റോബോട്ടിക് സർജറികൾ വരുന്നുണ്ട്. ഇപ്പം മനുഷ്യന് എത്ര കൃത്യമായിട്ടാണ് അതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ ചെയ്യുന്നത്, അതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ മികച്ചതായിട്ട്, അതായത് കമ്പ്യൂട്ടർ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, ഡാറ്റ കൊടുക്കണം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, ഇപ്പം സ്റ്റിച്ചിങ്, അതുപോലെ മാപ്പിംഗ്, ഇപ്പം എങ്ങനെയാണ് സർജറിയുടെ റൂട്ട് എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതും കുറേ സംഗതികൾ കാലക്രമേണ. ഇപ്പോൾ ഒരു മനുഷ്യൻ 10-20 വർഷം ജീവിച്ചു, അല്ലെങ്കിൽ 30 വർഷം ജീവിച്ചു, അദ്ദേഹം മരണപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ അതുപോലെ എന്ത് ചെയ്യുന്ന 100% സംരക്ഷിക്കപ്പെടുന്നില്ല. എന്നാൽ ഇൻ്റലിജൻസ് സിസ്റ്റങ്ങളാകുമ്പോൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം ആകുമ്പോൾ ഒരു പ്രാവശ്യം പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കൂടുതൽ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ എന്ത് ചെയ്യും, അത് 10, 20, 30 വർഷം കഴിയുമ്പോഴേക്കും അത് അത്രയും ബ്രില്യൻ്റ് ആയിട്ടുണ്ട്, അടിപൊളി ആളായി മാറിയിട്ടുണ്ടാവും. അപ്പം ഈ ഒരു മെഡിക്കൽ മേഖലയിൽ ഒരുപാട് സാധ്യതകൾ അത് ഉണ്ട്. അതുപോലെ നമ്മൾ വേറെ മേഖല പറയുകയാണെങ്കിൽ പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് മേഖല. അപ്പോൾ നമ്മളെ ബിൽഡിങ്ങുകളൊക്കെ സാധാരണ എത്രത്തോളം ഉറപ്പ് കെട്ട് പോയിട്ടുണ്ടോ, അപ്പോൾ കുറച്ച് സെൻസറുകളൊക്കെ അതിൽ ഫിറ്റ് ചെയ്ത് സ്ഥിരമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി, സ്ട്രക്ചർ അടിപൊളിയായിട്ട് പിന്നെ നിൽക്കുന്നുണ്ടോ. അതുപോലെ നമ്മളെ ട്രാഫിക് സംവിധാനങ്ങൾ, തിരക്കുകൾ ഒഴിയാൻ എന്താ ചെയ്യുക, അപ്പം നമ്മൾ കുറച്ച് ക്യാമറകളും സെൻസറുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റലിജൻ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കുറേ സംഗതികൾ ഇത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇതിലെ കൊണ്ടുവരാൻ പറ്റിയ യഥാർത്ഥത്തിൽ പറയാൻ പറ്റുന്നില്ല, കാരണം ഓരോ മേഖലകളിലും അതിൻ്റെ ഇപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കാം, ഇലക്ട്രോണിക്സ് എടുക്കാം, ഇപ്പം എഞ്ചിനീയറിംഗ് മേഖല, അപ്പോൾ ബിസിനസ് മേഖല പറഞ്ഞു, പിന്നെ അതുപോലെ കടലിൻ്റെ അടിയിലൂടെയുള്ള കുറേ മറൈൻ കാര്യങ്ങൾ ഫവാസ് സാറിനോട് സാർ കൂടുതൽ പറയും. അപ്പോൾ അതിൽ പിന്നെ കുറേ എന്താ പറയുക, കടലിൻ്റെ അടിയിലൂടെ കുറേ സംഗതികളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഓട്ടോണമസ് ആയിട്ടുള്ള റോബോട്ടുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. മനുഷ്യന് ഇറങ്ങിച്ചെന്ന് തിരഞ്ഞ് കണ്ടെത്തി സോൾവ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ, അപ്പോൾ കേബിളുകളുണ്ടാവും, അതുപോലെ ഓയിലുകളൊക്കെ പോകുന്ന ഇഷ്യൂസ് ഉണ്ടാവും. അതുപോലെ പിന്നെ കടലിൻ്റെ അടിയിലുള്ള ഈ എന്താ പറയുക കുറേ ഇഷ്യൂസ് ഉണ്ട്, നമ്മൾ കപ്പലുകൾ വരുന്ന സമയത്ത് ക്ലിയർ ആക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ ഓട്ടോണമസ് റോബോട്ടുകൾ കൊടുത്ത് എന്ത് ചെയ്യുക, അവർക്കൊരു സ്വയം ബുദ്ധി ഉണ്ടെങ്കിൽ അവർ ഈ പണികളൊക്കെ എന്ത് ചെയ്യും, മനുഷ്യൻ പ്രയാസമുള്ള, അതായത് എക്സ്പീരിയൻസ് മനുഷ്യന്മാർ റിസ്ക് എടുത്ത് ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കുറേ പണികൾ ഇയാളിങ്ങനെ ചെയ്തു പോകും. അപ്പോൾ ഇനി ഉള്ള പിന്നെ അടുത്തൊരു തലമുറയോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിൻ്റെ കൺസ്യൂമേഴ്സ് മാത്രമാവാതിരിക്കുക, നമ്മളതിൻ്റെ ജസ്റ്റ് ഉപയോഗിക്കുന്നവർ മാത്രം, അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക, എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതും കൂടി നമ്മളിതിൻ്റെ കൂടെ പഠിക്കണം. അതിന് നമുക്ക് ഏറ്റവും വേണ്ടത് അടിസ്ഥാനപരമായി മാത്തമാറ്റിക്സ്, ഫിസിക്സ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ്. അതിൽ പ്രാവീണ്യം നൽകുക, പ്രാവീണ്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കൂടുതൽ ചർച്ചയിലേക്ക് നമുക്ക് പോകാം. സോ ആ ഒരു ഡിസ്കഷൻ നമ്മൾ കേട്ടു. ഇനി അത് അവസാനിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞത് മാത്തമാറ്റിക്സ് അതല്ലെങ്കിൽ ഫിസിക്സ്, നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മതി, അതല്ലെങ്കിൽ ഇനി മാത്തമാറ്റിക്സ് കൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഫിസിക്സ് പഠിച്ചിട്ട് കാര്യമില്ല, എല്ലാം AI ആണെന്ന്, അങ്ങനെ ഒരു ധ്വനി ഇന്ന് നാട്ടിൽ പരക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സോ ആസ് എ സ്റ്റുഡൻറ്റ്, ഒരു ക്യാമ്പസ് അധ്യാപകൻ എന്നുള്ള നിലയിൽ പ്രൊഫസർ ലുബൈബ് സാറോടാണ് എൻ്റെ ക്വസ്റ്റ്യൻ. സോ ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി AI എന്നുള്ള ഒരു വലിയ എന്തോ ആണെന്ന് നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഈ ഒരു കാര്യത്തിലേക്ക് കൂടുതലായി ഇതുമായി അടുക്കാൻ, അതല്ലെങ്കിൽ ഇതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ജോലി സാധ്യതകളും അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള സാധ്യതകൾ തേടാൻ നമ്മൾ ഏത് രൂപത്തിലാണ്? സർ പ്ലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മളിവിടെ നല്ലൊരു ഡിസ്കഷൻ മുന്നോട്ട് പോവാണ്. നമ്മൾ മനസ്സിലാക്കിയ പോലെ ഒരുപാട് ആശങ്കകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ വരുന്നൊരു കാലഘട്ടത്തിലുണ്ടായിരുന്നു, കമ്പ്യൂട്ടർ വരുമ്പോൾ ഒരുപാട് ആളുകളുടെ ജോലി പോവോ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? നേരത്തെ ഇപ്പോൾ അതേ ചോദ്യങ്ങൾ ഇവിടെ വന്നു.
എല്ലായിടത്തും AI എവ്രിവെയർ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും AI റീപ്ലേസ് ചെയ്യുമ്പോൾ ഇനി അടുത്തൊരു തലമുറയ്ക്ക് എവിടെ ജോലി ഉണ്ടാവും, അല്ലെങ്കിൽ ജോലി കിട്ടുമോ ഇല്ലേ? ഇപ്പം നേരത്തെ മുനവറിനോട് ചോദിച്ച പോലെ കുറേ മാൻ പവർ ബിസിനസ് രംഗത്താണെങ്കിലൊക്കെ കുറക്കാൻ പറ്റില്ലേ? ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരാത് കാലഘട്ടങ്ങളിൽ വരുന്ന ചലഞ്ചസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ വന്ന സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇഷ്ടംപോലെ ആളുകൾക്ക് ജോലി കിട്ടുകയാണ് ഉണ്ടായത്. അവിടെ ജോലി നഷ്ടപ്പെട്ടു പോയവർ കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു വരവിനെ, അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടറിനെയും ആ ഡിജിറ്റൽ ടെക്നോളജിയെയും ഉപയോഗിക്കുന്നിടത്ത് അതിൻ്റെ കൂടെ സഞ്ചരിക്കാത്തവരൊക്കെ എന്ത് ചെയ്യും? മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടാവും. ബാക്കിയുള്ളവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണ് ചെയ്തത്. അതേ അവസ്ഥ തന്നെയാണ് AI വിഷയത്തിലാണെങ്കിലും ഉണ്ടാവുക. അപ്പോൾ അതിന് പുതിയ തലമുറ, അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് അവർ എല്ലായിടത്തും AI ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഷാനിദ് സാറ് പറഞ്ഞ് അവസാനിപ്പിച്ചൊരു സാധനമുണ്ട്. ഈ AI ടൂളുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഇന്നിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ സ്റ്റുഡൻസും അസൈൻമെൻറ്റ് എഴുതാനും കാര്യങ്ങൾക്കൊക്കെ ChatGPT കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉപയോഗിക്കുന്നതിനപ്പുറത്ത് അതിൻ്റെ ഡെവലപ്പേഴ്സ്, അല്ലെങ്കിൽ അത് അങ്ങനെ എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്, ഈ AI സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം അവസ്ഥയിലേക്ക് വരുമ്പോൾ കുറേ ഓപ്പർച്യൂണിറ്റീസ് അതിനുണ്ടാവും. അതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ ഇൻട്രോയിൽ തന്നെ മാസിൻ പറഞ്ഞ ഇപ്പോൾ ഉള്ളൊരു പുതിയൊരു കുട്ടികളുടെ പലപ്പോഴും കുട്ടികളുടെ ഭാഗത്ത് കേൾക്കുന്നൊരു ടോക്കാണ്, ഇതൊന്നുമല്ല പഠിക്കേണ്ടത്, ഇതൊക്കെ ഔട്ട്ഡേറ്റഡായി. ഈ ഫിസിക്സും ഈ A+B² ഒക്കെ പഠിച്ചിട്ട് വല്ല ഗുണം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് സൈൻ തീറ്റയും കോസ് തീറ്റയും ഒന്നും പഠിച്ചിട്ടൊരു കാര്യം ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഇങ്ങനെ പറയുന്ന കുറേ ആളുകളുടെ ഇൻ്റർവ്യൂസും, അവർ വലിയ വലിയ അറ്റ്ലീസ്റ്റ് കുറച്ച് സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ പോലും, അവരുടെയൊക്കെ ഈ യൂട്യൂബ് സാധനങ്ങൾ റീൽസൊക്കെ കണ്ടിട്ട് കുട്ടികളുടെ വിചാരം ഇതൊന്നുമല്ല പഠിക്കേണ്ടത്, വേറെന്തോ ചില സാധനങ്ങളാണ് ഈ AI കാലഘട്ടത്തിൽ പഠിക്കേണ്ടതെന്നുള്ളതാണ്. കരിക്കുലത്തിന്, അല്ലെങ്കിൽ നമ്മുടെ കരിക്കുലത്തിന് പ്രശ്നമുണ്ടോ ഇല്ല, അത് വേറെ ചർച്ചയാണ്. അതിന് ചില പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ അടിസ്ഥാനങ്ങൾക്കൊന്നും പ്രശ്നമില്ല. ഇവിടെ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു മോഡൽ ഇവിടെ കാണിച്ചു, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം കാണിച്ച് കുറേ ചിത്രങ്ങൾ ഇവിടെ വരച്ചു, അതിൽ നിന്ന് പാറ്റേൺസ്, ഇപ്പോൾ നേരത്തെ ഷാനിദാണെങ്കിലും പറഞ്ഞ ഇതിൽ അസുഖമുള്ളതാണോ അസുഖമില്ലാത്തതാണോ, നേരത്തെ വരച്ച ചിത്രങ്ങൾ, ബ്രഷിൻ്റെ പല ടൈപ്പ്, ഇതെങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഈ മോഡൽ, അല്ലെങ്കിൽ AI സിസ്റ്റം ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് വെച്ചാൽ അതിൻ്റെ ബിഹൈൻഡ് എന്താണെന്ന് വെച്ചാൽ മാത്തമാറ്റിക്സ് ആണ്. അതിന് ബിഹൈൻഡ് മാത്തമാറ്റിക്സ് ആണ്. ആ മാത്തമാറ്റിക്സ് എവിടെ തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ സ്കൂൾ ലെവലിൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ പണ്ട് സ്കൂൾ പഠിപ്പിച്ച പോലെ പഠിപ്പിക്കുകയോ പഠിച്ച പോലെ പഠിക്കുകയോ അല്ല വേണ്ടത്. ഇതിൻ്റെയൊക്കെ അപ്ലിക്കേഷൻ എവിടെയാണ് എന്ന് മനസ്സിലാക്കി പഠിപ്പിക്കാൻ അധ്യാപകർക്കും അത് പഠിക്കാൻ വിദ്യാർത്ഥികൾക്കും കഴിയുമ്പോഴാണ് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അവരെന്ത് ചെയ്യാം, അതിനനുസരിച്ച് ആ ചലഞ്ചസിനെ അഡ്രസ്സ് ചെയ്യുന്നിടത്തേക്ക് അവർ വരാം. അപ്പോൾ അവർ പഠിച്ചിട്ടുള്ള മാത്സ് ഉണ്ട്. ഇപ്പോൾ പ്രൊബബിലിറ്റി ഇവിടെ ഇരിക്കുന്ന സ്കൂളിൽ പഠിച്ച ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ നമ്മൾ മാത്സിൽ പഠിക്കുന്നതാണ്. ഇന്നും പ്രോബബിലിറ്റി എന്തിനാണ് പഠിച്ചതെന്ന് വെച്ചാൽ, ഡൈ ടോസ് ചെയ്തു, കോയിൻ ടോസ് ചെയ്തപ്പോൾ 1/2 പ്രോബബിലിറ്റി പറഞ്ഞു, ഡൈ ടോസ് ചെയ്താൽ 6 ഏതെങ്കിലും ഒന്ന് കിട്ടും. അതിനപ്പുറത്തേക്ക് പ്രോബബിലിറ്റി കൊണ്ട് എന്തായിരുന്നു, ഈ പറയുന്ന മോഡലുകളുടെ ഈ AI സിസ്റ്റത്തിൻ്റെയൊക്കെ പിന്നിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നേരത്തെ പറഞ്ഞ ഇമേജുകൾ, അല്ലെങ്കിൽ ഫോട്ടോസ് പറഞ്ഞു, ഇമേജസ് പറഞ്ഞു, ഫോട്ടോസ് കൊടുക്കുന്നു. +1 +2 മെട്രിക്സ് പഠിക്കുന്ന, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന മാത്സ് അധ്യാപകരും പഠിക്കുന്ന ആൾക്കാരും ഇവിടെ ഉണ്ടാവും. മെട്രിക്സ് എന്തിനാണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പലർക്കും അറിയില്ല. എന്തിനാണ് ലീനിയർ ആൾജിബ്ര എന്താണ്, മെട്രിക്സ് എന്തിനാണ് പഠിച്ചത്, അതിങ്ങനെ പഠിച്ചു. പക്ഷേ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഇമേജ് എന്ന് പറയുന്നത് അതൊരു 2 ഡയമെൻഷണൽ ഒരു മെട്രിക്സ് ആണ്, ഒരു അരയാണ്. അപ്പോൾ ഈ ഇമേജിൽ നിന്ന്, ഈ ഫോട്ടോയിൽ നിന്ന് എങ്ങനെയാണ് ഈ ഡാറ്റയിൽ നിന്ന് മെഷീൻ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ബിഹൈൻഡ് മാത്തമാറ്റിക്സ് ആണ്. ആ മെട്രിക്സ് ആൾജിബ്ര, അല്ലെങ്കിൽ അവിടെ ലീനിയർ ആൾജിബ്രയും മെട്രിക്സിലെ പ്രോസസ്സുകളും കാര്യങ്ങളും അറിയുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ അങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ സ്ട്രോങ് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് അറിയുന്ന, ഫൗണ്ടേഷൻ അറിയുന്ന ആളുകൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. അതിപ്പോൾ ലൈനിൻ്റെ ഇക്വേഷൻ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രെഡിക്ഷൻ, നമ്മളൊരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, അതുപോലെയുള്ള ഒരുപാട് അൽഗോരിതംസ്, ക്ലാസിഫിക്കേഷന്, പ്രെഡിക്ഷന്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, ഇന്നതാണോ അതല്ലെങ്കിൽ ഇതാണാണോ പെണ്ണാണോ അല്ലെങ്കിൽ ഇത് ഡോഗാണോ ക്യാറ്റാണോ, ഇതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ചെയ്യുന്നത് ഈ രൂപത്തിലുള്ള മാത്സ് ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പം ഫിസിക്സ്, മാത്സ് പോലുള്ള സയൻസ് കാര്യങ്ങൾ അടിസ്ഥാനപരമായി പഠിക്കാതെ, ഇതൊന്നുമല്ല പഠിക്കേണ്ടത് എന്നല്ല, ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അതനുസരിച്ച് ആ ഒരു ഇൻട്രസ്റ്റോടുകൂടി കുട്ടികൾ പഠിച്ചു വരികയും, ഇന്നിപ്പോൾ അതിന് നമ്മുടെ സിസ്റ്റത്തെ ബ്ലെയിം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മളെ കരിക്കുലം പോരാ, അഡ്വാൻസ്ഡ് അല്ല, ഇങ്ങനെയൊക്കെ പറയാൻ എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണ്. ഒരു പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടാവും.
ഇപ്പോൾ ഓട്ടോണമസ് സ്ഥാപനങ്ങൾക്കൊക്കെ അവരുടേതായ സിലബസുകൾ ഈ വരുന്ന ചേഞ്ചസിനനുസരിച്ച് ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അത്തരം സ്ഥാപനങ്ങൾ അത് ചെയ്യുന്നുണ്ടാവും. നേരെ മറിച്ച് 5 വർഷത്തിലൊരിക്കൽ കരിക്കുലം മാറ്റുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. അവർക്കൊരു പക്ഷേ 5 വർഷം കഴിയുമ്പോഴേ മാറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവാം. പക്ഷേ ആ ഗ്യാപ്പിനെ നമ്മൾ സിസ്റ്റത്തെ ബ്ലെയിം ചെയ്തുകൊണ്ട് കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇല്ല. അവരുടെ മുമ്പിൽ തുറന്ന സാധ്യതകളുണ്ട്. ഇഷ്ടംപോലെ ഓൺലൈൻ കോഴ്സുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും എവിടെ നിന്നും അവർക്കിത് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. മൂക്ക് കോഴ്സുകൾ കാര്യങ്ങൾ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിസ്റ്റത്തെ ബ്ലെയിം ചെയ്തോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല പഠിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടോ അങ്ങനെ കാലം കഴിക്കുക എന്നുള്ളതല്ല. ഇതൊക്കെ തന്നെയാണ് പഠിക്കേണ്ടത്. ആ പഠിക്കേണ്ട രീതിയും പഠിക്കേണ്ട കോൺസെപ്റ്റ്സും മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോയാൽ ഈ പറയുന്ന ഇതിൻ്റെ ഒരു കൺസ്യൂമേഴ്സ് എന്നതിൻ്റെ അപ്പുറത്ത് ഇത്തരം AI സിസ്റ്റത്തെ ബിൽഡ് ചെയ്യുന്ന ബിൽഡേഴ്സ് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സായിട്ട് മാറാൻ പറ്റും. അതുണ്ടാക്കുന്നിടത്ത് വലിയ ജോലി സാധ്യതകളുണ്ട്. ഇനി അതിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സാധനങ്ങൾ ഇപ്പോൾ പണ്ട് നമ്മളൊരു കോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് ഒരു പ്രോഗ്രാം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ കൊടുത്തിട്ടുള്ള കോഡിംഗ് ആണ് അവർ സിസ്റ്റം ചെയ്യുന്നു, അതനുസരിച്ച് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെയല്ല. തിരിച്ച് മെഷീൻ ലേണിംഗ് ആണെങ്കിലും ഡീപ്പ് ലേണിംഗ് ആണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഡാറ്റയിൽ നിന്ന് മനസ്സിലാക്കി അത് തീരുമാനിക്കുകയാണ്. അതിങ്ങനെയാണ്, നമ്മൾ പഠിച്ച പോലെ ഇത് ലേൺ ചെയ്യാണ്. മെഷീനെ നമ്മൾ ലേൺ ചെയ്യാണ്, മെഷീനെ നമ്മൾ അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഏത് ഇൻ്റർവ്യൂവിലാണെങ്കിലും ഒരു പക്ഷേ ഇപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആണെങ്കിലൊക്കെ ആദ്യം ഒരു കോഡിംഗ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഒരു പക്ഷേ കുറച്ച് മുന്നോട്ട് കഴിയുമ്പോൾ കോഡിംഗ് സ്കില്ലെന്ന് പറയുന്നത് അതിൽ വലിയ കാര്യമില്ലാത്ത അവസ്ഥ ആയേക്കാം. കാരണം എല്ലാവരും ഇന്ന് കോഡ് ചെയ്യുന്നതുമെല്ലാം ChatGPT കാര്യങ്ങളും ചോദിച്ചിട്ടാണ്. അവനവൻ്റെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കണമെന്നില്ല, ലോജിക്കൽ ഒന്നും ഉപയോഗിക്കുന്നൊന്നുമില്ല. പക്ഷേ അത് ഉപയോഗിക്കാൻ അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്. ആ ഒരു സ്കില്ല് അതിൻ്റെ കൂടെ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നിടത്തേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. പിന്നെ ഈ സിസ്റ്റംസൊക്കെ വെറുതെ ഉണ്ടാവില്ലല്ലോ. ഇതൊക്കെ ഈ പ്ലാറ്റ്ഫോം നമ്മുടെ ആപ്പാണെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴും ഇതിനൊക്കെ ചില ഹാർഡ്വെയറുകളൂടെ വേണം. ഇത് ഉണ്ടായി നിലനിൽക്കണമെങ്കിൽ ഹാർഡ്വെയർ വേണം, ഇതിന് ഫങ്ഷൻ ചെയ്യാനുള്ളതിനുള്ള സംവിധാനങ്ങൾ വേണം. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ഹാർഡ്വെയർ ഏരിയയിൽ ഇലക്ട്രോണിക്സ് പോലെ സെമി കണ്ടക്ടർ പോലെ അത്തരം ഇൻഡസ്ട്രിയിൽ വലിയ ഓപ്പർച്യൂണിറ്റീസ് വരും. ഇപ്പോൾ AI ആണ് എന്ന് പറഞ്ഞിട്ട് ഇനി എല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അതുപോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞു മറൈനിലുണ്ട്, സിവിലിലുണ്ട്, എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാ മേഖലയിലും ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് വരും. ഈ സിസ്റ്റംസൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ട രൂപത്തിലുള്ള ഹാർഡ്വെയർസ് ഡെവലപ്പ് ചെയ്യണം, അതിനുള്ള സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യണം. അത് ഡെവലപ്പ് ചെയ്യുന്നിടത്തേക്ക് നമ്മുടെ നോളജും നമ്മുടെ സ്കില്ല് നമ്മൾ അപ്സ്കിൽ ചെയ്യുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ ഒരു ലൈഫ് ലോങ് ലേണിംഗ് ക്യാപ്പബിലിറ്റിയും അതേപോലെ ഫൗണ്ടേഷൻസ് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ChatGPT ഒക്കെ പറയുന്ന ലാർജ് ലാംഗ്വേജ് മോഡൽസ്, ഇതിൻ്റെ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ഡീപ്പ് ലേണിംഗ് മോഡൽസ്, ഇതൊക്കെ ബിൽഡ് ചെയ്യുന്നിടത്ത് അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതെങ്കിലും ഒരു ടൂളിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രെഡിക്റ്റ് ചെയ്യും. പക്ഷേ നമുക്ക് ഒരു പുതിയ അൽഗോരിതം അതിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ച മാത്തമാറ്റിക്സ് വെച്ചുകൊണ്ട് ഇപ്പോൾ ChatGPT ഭയങ്കര ഹൈക്കിൽ വരുന്ന സമയത്താണ് DeepSeek ഇപ്പുറത്ത് വന്നത്. അപ്പോൾ ഇത് വരുന്ന സമയത്ത് അവരെന്താണ് ചെയ്തിട്ടുള്ളത് നമ്മൾ പഠിച്ചാൽ മനസ്സിലാവും. ഒരേ സാധനം ചിലപ്പോൾ വേറെ പല രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള ആ ഒരു ക്യാപ്പബിലിറ്റി നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കി വരികയാണെങ്കിൽ നല്ല ജോലി സാധ്യത കൂടുകയാണ് ഉള്ളത്, കുറയുകയല്ല. അതിനനുസരിച്ച് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം, റെഡി ആവണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ലുബൈബ് സാറിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി AI ഒരിക്കലും എന്തല്ല ജോലി സാധ്യതകളെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന ഒരു സംവിധാനമല്ല. അതിൻ്റെ പിന്നിൽ ബാക്കെൻഡിൽ ഒരുപാട് കരിയർ ഓപ്ഷൻ AI എന്തെന്ന് ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം AIയുടെ ഈ ഒരു വൈഡ് സ്പ്രെഡ്നെസ് ഒരു പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിലാണ് ആക്ച്വലി AI എന്ത് ചെയ്യുന്നത്, ഒരു പ്രാബല്യത്തിൽ വളരെ കൂടുതലായിക്കൊണ്ട് നമ്മുടെ ആളുകൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ നമുക്ക് കാലഘട്ടത്തെ AIക്ക് മുന്നേയും അല്ലെങ്കിൽ AIക്ക് ശേഷവും എന്നുള്ള രൂപത്തിൽ രണ്ടായിട്ട് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം സാമൂഹിക മാറ്റങ്ങളാണ് ആഫ്റ്റർ ആൻഡ് ബിഫോർ AI എന്നുള്ളതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിലേക്കുള്ള ഒരു ആഡ് ഓൺ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്, ഇനി AIയെ കുറിച്ചിട്ട് നമുക്കൊന്നും അറിയാത്ത ഒരാൾ, അതായത് ഒരു ധാരണയുമില്ല, എങ്ങനെ ചെയ്യും, അതല്ലെങ്കിൽ എങ്ങനെ പ്രോംപ്റ്റ് ചെയ്യണം, അതല്ലെങ്കിൽ എങ്ങനെ ChatGPT യൂസ് ചെയ്യണം, ഇത്തരത്തിൽ ഒരു ധാരണയും ഇല്ലാത്ത ഒരാൾക്ക് ഇനി ഒരു വരും കാലത്ത് സർവൈവൽ അതല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ സർവൈവ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാകുന്ന ഒരു കാര്യമായിട്ട് മാറുമോ എന്നുള്ളതെ കുറിച്ചിട്ട് ഡോക്ടർ ഫവാസ് സർ നമ്മോട് സംസാരിക്കും. AIയുടെ ശേഷമുള്ള ഒരു കാലഘട്ടത്തിലെ ജീവിതവും അതിന് മുമ്പുള്ള ഒരു ജീവിതവും എന്നുള്ളത് അതൊരു യഥാർത്ഥത്തിൽ ഒരു സാങ്കേതിക വിദ്യാരംഗത്തെ ഒരു വിപ്ലവം എന്നാണ് നമുക്കിതിന് പറയാൻ പറ്റുക.
അപ്പോൾ ഇത്തരത്തിലുള്ള വിപ്ലവങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളുടെ നമ്മളുടെയൊക്കെ തന്നെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോണ് ഇല്ലാത്ത കാലഘട്ടത്തിലും മൊബൈൽ ഫോൺ ഉള്ള കാലഘട്ടത്തിലും നമ്മൾ ജീവിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഇല്ലാത്ത കാലത്ത്, കമ്പ്യൂട്ടർ ഉള്ള കാലഘട്ടത്തിൽ. അതിൽ ഏറ്റവും ശേഷം ഒരു വാട്സാപ്പ് വന്ന സമയത്ത് വാട്സാപ്പ് ഉപയോഗിക്കുന്നവർ വളരെ വിരളമായിരുന്നു. ഇപ്പോൾ അത് ഏത് പ്രായത്തിൽപ്പെട്ടവരും ഏത് ജനറേഷനിൽപ്പെട്ടവരൊക്കെ വാട്സാപ്പ് ഉപയോഗിക്കുകയും ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുകയും ആപ്പുകൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം, ഒരു അവസ്ഥയിലേക്ക് എത്തി. അത് വന്ന ഉടനെ വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇപ്പം നമ്മളെ വീട്ടിലെ എൻ്റെ ഉമ്മക്കിടക്ക് പറയും ആ കുന്ത്രാണ്ടം. അപ്പോൾ ആ കുന്ത്രാണ്ടം എന്നുള്ള അതായിരുന്നു. പിന്നെ അത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഇതിലേക്ക് എന്ത് ചെയ്തു, അത് ഇപ്പം വന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. അപ്പോൾ അത് അപ്പോൾ അതിലൂടെ ഇപ്പോൾ എല്ലാ കച്ചവടക്കാരും ഇപ്പോൾ വാട്സപ്പിലൂടെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ നമ്മളെ ഒരു സുഹൃത്തിൻ്റെ ഒരു മാങ്ങ 60 രൂപ കിലോ, നല്ല മാങ്ങ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഉടനെ വിളിച്ചിട്ട് അതിന് റിപ്ലൈ ആയിട്ട് 5 കിലോ മാങ്ങ വീട്ടിലേക്ക് കൊടുത്തേക്കോന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങി. അപ്പോൾ ഒരു ആളുകൾ ഇപ്പം വാട്സപ്പിനെ അവരുടെ ഒരു കച്ചവടത്തിനും മറ്റ് സംവിധാനങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം എല്ലാവർക്കും അത് ഒരു ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് വാട്സപ്പും ആൻഡ്രോയിഡ് ഫോണൊക്കെ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇനിയുള്ളൊരു ഭാവിയിലും ഇതുപോലെയുള്ളൊക്കെ തന്നെ പിന്നെ ബോധവൽക്കരണ പഠന, അതായത് പ്രായഭേദമന്യുള്ള ജനങ്ങളിലേക്ക് ഇതിൻ്റെയൊക്കെ തന്നെ പിന്നെ ലളിതമായിട്ട് ഇതിനെ അവതരിപ്പിക്കുന്നതിലൂടെ അവരൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്തു ചെയ്യും, വരും. പക്ഷെ അതിൽ ഒരു കാര്യം നമ്മളെപ്പോഴും ഇതിലൊരു ശ്രദ്ധിക്കാനുള്ളത്, പിന്നെ എനിക്കതിൻ്റെ കൂടെ ആഡ് ചെയ്യണം തോന്നി. നമ്മൾ പലപ്പോഴും പണ്ടൊക്കെ നമ്മൾ വാട്സപ്പിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ എന്തെങ്കിലും വന്നിരുന്നെങ്കിൽ ഒരു 5 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ഇതിൽ വന്നു എന്നാണ് പറയാം. ഇപ്പം മൊബൈലിൽ ഇതിൽ വന്നിട്ടുള്ള എല്ലാതും എന്താണ് പിന്നെ ശരിയാണ് എന്നുള്ള ഇപ്പോൾ കേട്ടില്ലേ, അപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പം അതിൽ വന്നതെല്ലാം ശരിയാണ് എന്നുള്ള ഒരു ധാരണയിലായിരുന്നു നമ്മൾ അടുത്ത കാലം വരെ പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫാക്ട് ചെക്കിങ് എന്നുള്ളതൊക്കെ വളരെ എല്ലാവരും ഒരു അലേർട്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഇപ്പം ഇതിൽ വരുന്നതെല്ലാം ശരിയല്ല, ഇപ്പോൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നതെല്ലാം ശരിയല്ല എന്നുള്ള ഒരു ധാരണയിലേക്ക് പൊതുവെ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ സമൂഹം എത്തിയിട്ടുണ്ട്. അതുപോലെ അതേ രൂപത്തിൽ തന്നെ നമ്മുടെ AI ഇപ്പം ഏതെങ്കിലും ഒരു GPT അത് ജനറേറ്റ് ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ള ഒരു ധാരണയിലായിരിക്കാം നമ്മളിപ്പോഴുള്ളത്. പക്ഷേ AI രംഗത്തൊക്കെ തന്നെ അതിൽ ഒരുപാട്, ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഇപ്പോൾ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റിലും അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി IIIT കോട്ടയത്തൊക്കെ നടന്ന ചില AI ബന്ധപ്പെട്ട ചില ശില്പശാലകളിലൊക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടി. അപ്പോൾ അതിന് കുറേ ക്രിട്ടിക്സ് ഉണ്ട്, അതിന് വിമർശകരുണ്ട്. അപ്പോൾ അവർ ഇതിന് ഉപയോഗിക്കപ്പെട്ട ആ ഡാറ്റയിലെ കൃത്യത, അതുപോലെ തന്നെ ആ ഡാറ്റ ബയാസാണോ എന്നുള്ളത്, അതായത് അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക, ഇപ്പം നമ്മളൊരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ ചിത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് ഓഫ് ഒരു പുരുഷൻ്റെ ചിത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പലപ്പോഴും ഒരു ഉന്നത കുല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിറമുള്ളവരുടേതായിരിക്കും. അപ്പോൾ നിറമില്ലാത്തവർക്ക് അവിടെ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, അവസരം കിട്ടുന്നില്ല എന്നൊക്കെ അർത്ഥത്തിലുള്ള വിമർശനങ്ങൾ അതിലുണ്ട്. അപ്പം അതായത് ഇതിന് കൊടുത്ത ഡാറ്റകളെല്ലാം ശരിയാണോ അല്ലെങ്കിൽ ഇത് അപ്ഡേറ്റഡ് ആണോ എന്നൊക്കെയുള്ള, അപ്പോൾ ആ സദസ്സിൽ തന്നെ ഇരുന്നിട്ട് അവിടെ ഉദ്ഘാടന സദസ്സിൽ പിന്നെ ഇരുന്നിട്ട് ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറുടെ പേര് GPT ചോദിക്കുകയും, അപ്പം GPT ആ യഥാർത്ഥ പേരല്ല കൊടുത്തത്, വേറെ. അപ്പോൾ അത് ഈ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ വളരെയധികം ചെലവ് പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും അത് വളരെ അത്രയധികം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ ഡാറ്റകൾ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ചുരുക്കത്തിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനെ നിർമ്മിത ബുദ്ധി എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരുണ്ട്. അതായത് ഇതുപോലെ നമ്മൾ കൊടുത്ത ഡാറ്റയിൽ നിന്നും അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ തരിക എന്ന് മാത്രമാണ് അതിൽ ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഡാറ്റകളെല്ലാം, അതായത് ഒരു GPT പറയുന്നതെല്ലാം ശരിയാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി, അല്ലെങ്കിൽ അത് മറ്റൊരു ഹ്യൂമൻ ബീയിങ് പോലുള്ള ഒരു ഇൻ്റലിജൻറ്റ് ബ്രെയിനാണ് എന്നുള്ള ഒരു ധാരണയോട് കൂടി നമ്മളതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ഇതിൽ വന്നതുപോലെ അല്ലെങ്കിൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ വന്നതുപോലെയുള്ളൊക്കെ തന്നെയുള്ള അബദ്ധങ്ങൾ അതിലേക്ക് ചിലപ്പോൾ നയിക്കപ്പെടാം. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാം, പക്ഷേ നമുക്ക് ഇതിന് ഉപയോഗിക്കപ്പെട്ട ഡാറ്റ അതെല്ലാം വളരെ കൃത്യമാണെന്നോ അല്ലെങ്കിൽ അതിലൊക്കെ തന്നെ പരിമിതികൾ ഉണ്ടാവുമെന്നോ അതിൽ ഉള്ള റിസൾട്ടുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നുള്ള ഒരു ചെറിയൊരു അത്തരത്തിലുള്ളൊരു ശ്രദ്ധയോടുകൂടി ആയിരിക്കണം എപ്പോഴും നമ്മൾ വാട്സപ്പിൽ വരുന്നതെല്ലാം വിശ്വസിക്കാത്തതുപോലെ തന്നെ GPT-യിൽ നിന്ന് കിട്ടിയത് എല്ലാം അതുപോലെ വിശ്വസിക്കുന്ന ഇത് എന്തോ വളരെ വലിയൊരു അറിവിൻ്റെ കാര്യമാണ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അതിനെ ഉപയോഗിക്കാതെ അതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ നമ്മുടെ ജീവിതത്തെ അത് എളുപ്പമാക്കാൻ മാറ്റാൻ പറ്റും. കാരണം പലപ്പോഴും നമുക്ക് സമയം കളയുന്ന പല കാര്യങ്ങളും ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. പക്ഷെ അപ്പോഴും നമുക്ക് ആ ഒരു ശ്രദ്ധ, ഇതിൽ വരുന്നതെല്ലാം ശരിയാണോ അല്ലയോ എന്നുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവണമെന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത്. അതിലേക്ക് ആഡ് ഓൺ ആയിട്ട് ഒരു കാര്യം കൂടി ഉള്ളത്, ഇതിൻ്റെ ഒരു എത്തിക്കൽ സൈഡാണ്. അതായത് അക്കാഡമിക്കലി കുട്ടികൾ ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന രൂപത്തിലേക്ക്, ഇതിൻ്റെ ഒരു ട്രാൻസ്പാരൻസി നമുക്ക് ചില സമയങ്ങളിൽ ഒരു അധ്യാപകർക്കോ അവർക്ക് മനസ്സിലാകാത്ത ഒരു സാഹചര്യം വരുന്നുണ്ടോ, അതല്ലെങ്കിൽ ഇത് ക്രിയേറ്റിവിറ്റിയെ തകർക്കുന്ന ഒന്നാണോ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിക്ക് മറ്റൊരു തലം കൊണ്ടുവരികയാണോ ഈ AI എന്നുള്ള ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഇതിലെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കുസാറ്റിലെ ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സിലെ ഒരു പ്രശസ്തമായിട്ടുള്ള പ്രൊഫസർ. അപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രോജക്റ്റ് ചെയ്യാൻ, ഇൻറ്റേൺഷിപ്പ് ചെയ്യാനൊക്കെ തന്നെ ഒരുപാട് ഇമെയിലിൽ ഒരുപാട് റിക്വസ്റ്റുകൾ വരും. അപ്പോൾ പലരും ഒരുപാട് റിക്വസ്റ്റുകൾ അയച്ചിട്ടും റിപ്ലൈ തരുന്നില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ പറയും. അപ്പം അദ്ദേഹം ഒരു പ്രാവശ്യം ഇതുപോലെ പറഞ്ഞു, എനിക്കത് വായിക്കുമ്പോൾ, ഇമെയിൽ വായിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ 2 വരി വായിക്കുമ്പോൾ തന്നെ ഇതൊരു AI ജനറേറ്റഡ് മെയിലാണെന്നുള്ളത് എന്ത് ചെയ്യും മനസ്സിലാവും. അപ്പോൾ അത്തരത്തിലുള്ള അത് അങ്ങനെ അത് ഒരു വിധത്തിൽ എന്താണ് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി അതങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം അത് ഇങ്ങനെ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകാനും അത് പിന്നെ ഇവർ യഥാർത്ഥത്തിൽ അത്രമാത്രം അതിൽ അത്ര ഇൻട്രസ്റ്റഡ് അല്ല, ഇവർ ജസ്റ്റ് ഒരു AI-യോട് ചോദിച്ച് കിട്ടിയതാണ് എന്നുള്ള അർത്ഥത്തിലൊക്കെ അങ്ങനെയൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ളതിന് റിപ്ലൈ കൊടുക്കാറില്ല എന്ന് പറഞ്ഞു, അങ്ങനെയുള്ളത്. പക്ഷേ ചിലത് നമുക്ക് ജെന്യൂനായിട്ട് എഴുതിയതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും അതിന് റിപ്ലൈ കൊടുക്കുകയും അവരെ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയാണ് അദ്ദേഹം പിന്തുടരൽ എന്നുള്ളവർക്ക് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോഴും അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടുമായിട്ട് കുറച്ച് കുട്ടികൾ വന്നപ്പോഴേ, അപ്പോൾ ഞാനിങ്ങനെ തമാശയായിട്ട് പറഞ്ഞു, അപ്പോൾ നമുക്കത് മനസ്സിലാവും ഇതിൽ ഒരുപാട് ഭാഗങ്ങൾ GPT-യിൽ ജനറേറ്റ് ചെയ്തതാണെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ GPT ഒക്കെ അസൈൻമെൻറ്റിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് ഒരു GPT ജനറേറ്റഡ് അല്ല എന്നുള്ളത് ഈ അധ്യാപകന് തോന്നുന്ന രൂപത്തിലായിരിക്കണം എന്ത് ചെയ്യാണ് അത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു GPT-യോട് സംസാരിക്കുന്ന ഭാഷ അത് അവിടെ കുറച്ച് എഫേർട്ടുകൾ എന്ത് ചെയ്യേണ്ടി വരും, അവർ എടുക്കേണ്ടി വരും. അവിടെ ക്രിയേറ്റീവ് ആവേണ്ടി വരും. അവിടെ അധ്യാപകനോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനോ മനസ്സിലാവാത്ത രൂപത്തിൽ ഉള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാനുള്ള, അപ്പോൾ അവിടെ കുറച്ച് ക്രിയേറ്റീവായിട്ട് അവരെന്ത് ചെയ്യേണ്ടി വരും, അതിൽ കുറച്ച് മെനക്കെടേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ അതിൽ ഒരു രസകരമായിട്ടുള്ള മേഖലകളാണ്. പക്ഷേ ഇതിൽ ഈ ഒരു കാര്യമാണ് ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് ആഡ് ചെയ്യാൻ. ക്രിയേറ്റിവിറ്റിയുടെ മറ്റൊരു തലമാണ് സാറിൻ്റെ സംസാരത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായത്. ഇനി നമ്മൾ ഓഡിയൻസിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് കേട്ടു, പല കാര്യങ്ങൾ മനസ്സിലാക്കി. ലോകത്ത് ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെയെല്ലാം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൈകടത്തലുകൾ എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും AI-യുമായിട്ടോ റോബോട്ടിക്സുമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ പാനലിസ്റ്റുകളോട് ചോദിക്കാനുള്ള അവസരമാണ്. മൈക്ക് നിങ്ങളിലേക്ക് എത്തും. ആ സമയത്ത് നിങ്ങൾക്കുള്ള കാര്യങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പേര് അൻവർ സിദ്ദീഖ്, മഞ്ചേരി സ്വദേശിയാണ്. ഈ റോബോട്ടിക്സൊക്കെ പിന്നെ സർജറിയൊക്കെ മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ നല്ല രൂപത്തിൽ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് സംഭവിച്ചാൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ആരായിരിക്കും ഏറ്റെടുക്കുക? ഇത് പിന്നെ ആ ഹോസ്പിറ്റൽ ഏറ്റെടുക്കുമോ അതോ ഇതുണ്ടാക്കിയ ടെക്നീഷ്യന്മാർ ഏറ്റെടുക്കുമോ? ആരായിരിക്കും ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നാണ് ചോദിക്കുക.
നിങ്ങളിപ്പോ ഒരു ഡോക്ടർ സർജറി ചെയ്ത് മിസ്റ്റേക്ക് പറ്റി ആരോ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? എന്നിട്ട് എന്ത് ചെയ്യും? അതായത് നിങ്ങളൊരു സർജറിക്ക് മുമ്പ് എഴുതി കൊടുക്കുമല്ലേ എന്ത് ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ? അത് ശരിയാണ്. പക്ഷെ പിന്നെ മനുഷ്യന്മാര് ഉത്തരവാദിത്തം ഒരാള് പിന്നിന്റെ ഒരു മനുഷ്യന്റെ ഒരു ഉത്തരവാദിത്തം വേണമല്ലോ. ഓരോ കാര്യത്തിനും മനുഷ്യന്മാരുടെ ഉത്തരവാദിത്തം വേണമല്ലോ. അത് പിന്നെ ഇപ്പോൾ വാട്സപ്പ് അനുസരിച്ച് വാട്സപ്പിലൊരു പിന്നെ മെസ്സേജ് വന്നതിനനുസരിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്തം കൃത്യമായിട്ട് ആരും ഇല്ലല്ലോ. നേരെ മറിച്ച് ഒരു ന്യൂസ് പേപ്പറാണ് ഒരു കാര്യം നമ്മളോട് പറഞ്ഞ് അതിന് ഉത്തരവാദിത്തം ആ ന്യൂസ് പേപ്പർ പിന്നെ പ്രസിദ്ധീകരിക്കുന്ന പബ്ലിഷ് ചെയ്യുന്ന ആളുകൾക്ക് അതിന് ഉത്തരവാദിത്തം ഉണ്ട്. അതുപോലെ ആരെങ്കിലും ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. ഇതിന് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ പറഞ്ഞത്. കാരണം പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇതിനൊക്കെ ഈ പറഞ്ഞ പോലെ ഈ സിസ്റ്റംസ് AI സിസ്റ്റംസ് മിസ്റ്റേക്ക് വരുത്തിയാൽ ആരായിരിക്കും അതിൻ്റെ പിന്നിൽ ഉത്തരവാദി? ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ മിസ്റ്റേക്ക് വരുത്തുന്നതിന് മുന്നേ അവർ എഴുതി വാങ്ങേണ്ടത് ഏത് കാര്യത്തിനും എന്തുണ്ട് ഇത്തരം സർജറി മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു എറർ സംഭവിക്കാനുള്ള സാധ്യത ഏതർത്ഥത്തിലും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം എന്നുള്ളത്. പിന്നെ ഒരു സർജറിയുടെ കേസിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഒരു ഹ്യൂമൻ ഗൈഡഡ് ആയിട്ടാണ് അല്ലേ ഇപ്പോൾ AI റോബോട്ടിക് സർജറി ഒക്കെ ചെയ്യുന്നത്. അതായത് നേരെ മുഴുവനായിട്ട് മെഷീൻസിനെ വെച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം എത്തിയിട്ടുണ്ടോ, ആ ലെവലിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു സെമി ഓട്ടോണമസ് ആയിട്ടാണ് അധികം പോകുന്നത്. 100% ഇപ്പോഴും ആരും. അതെ. പിന്നെ നിങ്ങൾ പറഞ്ഞതിലൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ കൂടുതൽ വരേണ്ടതുണ്ട്. ഇപ്പം ലീഗലി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു ചോദ്യത്തിന് ഇപ്പോൾ ചോദിച്ചാൽ സർക്കാരിൻ്റെ അടുത്ത് ആരുടെ അടുത്ത് ഉത്തരം ഉണ്ടാവില്ല. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ AI ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട്, ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. AI ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോൾ ഇത്തരം നിയമങ്ങൾ എന്തെല്ലാം ആവണം. അപ്പോൾ ശരിക്കും സർക്കാർ നിയമനിർമ്മാണം നടത്തേണ്ട ഒരു വിഷയമാണിത്. ഇത്തരം വിഷയങ്ങളിൽ ഇനി ആളുകൾക്ക് സർജറി എന്നുള്ളത് മാത്രമല്ല, ഇൻ ജനറൽ ആളുകൾക്ക് ധനനഷ്ടം വരികയാണ്. ഇപ്പോൾ ഡീപ്പ് ഫേക്കുകൾ പ്രചരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ആളുകളുടെ പേരിൽ എന്താണ് അവരെന്നെയാണെന്നുള്ള ഇമേജുകൾ, അതേപോലെ തന്നെ അവരുടെ വോയിസുകളൊക്കെ എന്താണ് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്ത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള നിയമവശങ്ങൾ എന്തെല്ലാമാണ്, ഇതിന് പിന്നിൽ ആളുകളെ പിടിച്ചാൽ തന്നെ അവർക്കുള്ള കുറ്റം എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും പലതും ആക്ച്വലി ഇപ്പോഴും ക്ലിയർ അല്ല. അപ്പോൾ അവിടെ സർക്കാരാണ് ഇടപെടേണ്ടത്. ഗവൺമെൻറ് ഇടപെട്ട് നിയമനിർമ്മാണം കൊണ്ടുവരേണ്ട വിഷയങ്ങളാണ് ഇതെല്ലാം. ഇതിൻ്റെ ലീഗൽ സൈഡ് കാര്യങ്ങളൊക്കെ ജനറലി ഒരു ഹോസ്പിറ്റലിൻ്റെ കേസിലൊക്കെ എന്താണ് അവർ പിന്തുടരുന്നത് അതേ കാര്യം ഇനിയും ആവർത്തിക്കും എന്നുള്ളതായിരിക്കും പൊതുവെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾ തുടരാവുന്നതാണ്. ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ നിങ്ങളുടെ സീറ്റിലേക്ക് മൈക്ക് എത്തുന്നതാണ്. അസ്സലാമു എൻ്റെ പേര് അഷ്റഫ് പുഴക്കാട്ടിയാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് ദഅ്വ രംഗത്ത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നാണൊരു ചോദ്യം. കാരണം ഇപ്പോൾ അജ്മൽ പറഞ്ഞതുപോലെ പാറ്റേൺസിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയാൽ ഇവിടെ അള്ളാഹു അല്ലാത്തവരോട് തേടാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക് അർത്ഥം വെച്ച് പ്രസംഗിച്ച അനുഭവങ്ങൾ നമ്മൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളിൽ നിന്നെങ്ങാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പാറ്റേൺ സ്വീകരിച്ചാൽ ഒരു സാധു സെർച്ച് ചെയ്താലേ കിട്ടുന്ന ഡാറ്റ എന്തായിരിക്കും എന്നാണ് എൻ്റെ ഒരു സംശയം. പാറ്റേൺ എന്നുള്ളത് വരുന്നത് ഒരുപാട് ഡാറ്റ ഉണ്ടാകുമ്പോഴാണ്. അല്ലല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് ആയത്തൊന്നും കൊണ്ടുവരാൻ പറ്റുമല്ലോ. അപ്പം അതിന് AI പാറ്റേൺ ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല. പിന്നെ ദഅ്വ രംഗത്ത് ഇപ്പോൾ ഇതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ എന്ത് കൈൻഡ് ഓഫ് ഡാറ്റയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് എന്നനുസരിച്ചാണ്. ഇപ്പോൾ ആദ്യകാലത്ത് ChatGPT വന്ന സമയത്ത് ഇപ്പോൾ 2 ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് വളരെ പ്രസിദ്ധമായിട്ടുണ്ട്. അതായത് 2 ചോദ്യങ്ങൾ ഇതാണ്. ഒന്നാമത്തെ ചോദ്യം, ഇസ്രായേൽ എന്നുള്ള രാജ്യം നീതി അർഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം. അപ്പോൾ അതിന് വന്ന മറുപടി എന്താ വെച്ചാൽ തീർച്ചയായിട്ടും നീതി, ജസ്റ്റിസ് എന്നുള്ളത് ഒരു ഹ്യൂമൻ വാല്യൂ ആണ്. ഇസ്രായേൽ നീതി അർഹിക്കുന്നുണ്ട്. അടുത്തൊരു ചോദ്യം, ഫലസ്തീനിലെ ആളുകൾ നീതി അർഹിക്കുന്നുണ്ടോ? സെയിം ചോദ്യം, ജസ്റ്റ് 2 വാക്കുകൾ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ അന്ന് വന്ന ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഫലസ്തീൻ ഇഷ്യൂ എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. 2 ചോദ്യങ്ങൾക്കും വന്ന ഉത്തരം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ചോദിച്ചാൽ കുറച്ചും കൂടി റീസണബിൾ ആയിട്ട് ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടി റീസണബിൾ ആയിട്ട് മറുപടി പറയുന്നുണ്ട്. ഇതെന്താ കാരണം, ഇതിനെന്താ റീസൺ? അത് മനഃപൂർവ്വം ആരെങ്കിലും ഫീഡ് ചെയ്ത് വെച്ചതിനപ്പുറം നമ്മുടെ ഒരു പൊതുബോധം അങ്ങനെയാണ് അല്ലേ. പൊതുബോധം എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങോട്ട് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പൊതുബോധം അങ്ങനെയാണ്. ലോകത്തുള്ള വെസ്റ്റേൺ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് അല്ലേ. ആളുകൾ എഴുതുന്നത് അങ്ങനെയാണ്. ആളുകൾ വീഡിയോയിൽ കൂടുതൽ ആളുകളും തിരിച്ചുള്ള ശബ്ദങ്ങളില്ല എന്നല്ല, പക്ഷേ തിരിച്ചുള്ള ശബ്ദങ്ങൾ ഒപ്രസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് മീഡിയ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്.
എവിടെ നിന്നാണ് ഈ ഡാറ്റ സ്വീകരിക്കുന്നത്? ന്യൂയോർക്ക് ടൈംസോ വാഷിങ്ടൺ പോസ്റ്റോ പോലുള്ള പത്രങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡാറ്റ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നത് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ബയസുകൾ ഉണ്ടാവും, അതിൻ്റേതായിട്ടുള്ള ബയസുകൾ ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ഫവാസ്ക പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ ഒരു കമ്പനിയുടെ ഒരു സിഇഒനെ നിർണ്ണയിക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു കമ്പനിയുടെ സിഇഒ നിർണ്ണയിക്കാൻ വേണ്ടി നമ്മൾ എഐനെ ഏൽപ്പിച്ചു എന്ത്? റെസ്യൂമെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, CV സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 100 ആൾ CV അയച്ചു എന്ന് വിചാരിക്കാം. അതിലൊരു 90 ഒരു കുറച്ച് വെളുത്ത വംശജരുണ്ട്, കറുത്ത വംശജരുണ്ട്. ആരായിരിക്കും AI സ്ക്രീൻ ചെയ്യുമ്പോൾ മേ ബി സെലക്ട് ചെയ്യുക? വെളുത്ത ആളുകളായിരിക്കാം. കാരണം എന്താ? ലോകത്തുള്ള കമ്പനികളുടെ സിഇഒയിൽ കൂടുതൽ ആരായിരിക്കും? വെളുത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അതൊരു ക്രൈറ്റീരിയ ആയിട്ട് വെച്ചാൽ എന്താ സ്വീകരിക്കുക? വെളുത്ത ആൾക്കാരെ ഫസ്റ്റ് മേ ബി സ്ക്രീൻ ചെയ്യും അല്ലേ? അതിന് കാരണം എന്താ? ഇൻഹറൻ്റ്ലി ഡാറ്റ ബയസ്ഡ് ആണ്. നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്താണ്? ആക്ച്വലി ബയസ്ഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രോബ്ലമാണ്. ഈ ഒരു പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ AI രംഗത്ത് എത്തിക്സ്, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ച വിഷയമാണ് എത്തിക്സ് എന്നുള്ളത്. എന്ത് ചെയ്യേണ്ടതുണ്ട്? വളരെ വലിയ വ്യാപകമായിട്ട് ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കൊടുക്കുന്ന ഡാറ്റ, നമ്മളും കൂടുതൽ ഡാറ്റ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന് മറ്റൊരു പരിഹാരം. നമ്മളും കൂടുതൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് എഴുതുക, മനസ്സിലാക്കുക. 2 ദാവാ രംഗത്തുള്ള AIയുടെ ഒരു സാധ്യതകൾ. ഇപ്പോൾ തെർത്തിൽ എന്ന് പറഞ്ഞൊരു ഒരു ഖുറാൻ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓതുന്നതിനനുസരിച്ച്, നമ്മൾ ഓതി കേൾപ്പിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിലെ കറക്ഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഖുറാൻ പഠിക്കുന്നിടത്ത് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നിടത്തൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ AI എന്നുള്ളത് കേവലം ഒരു ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള സംഭവം അത് മാത്രമല്ലല്ലോ. അതായത് നമ്മളിപ്പോൾ ഒരു ChatGPT പോലത്തെ മാത്രമല്ലല്ലോ. നമ്മൾ പഠിക്കുന്നത് എങ്ങനെ ബെറ്റർ ആക്കാം, അപ്പോൾ ഖുറാൻ പഠിക്കുന്നത് എങ്ങനെ ബെറ്റർ ആക്കാം, അല്ലെങ്കിൽ അറബി പഠിക്കുന്നത് എങ്ങനെ ബെറ്റർ ആക്കാം. എന്നിപ്പോൾ ഡുവോലിംഗോ പോലത്തെ ആപ്ലിക്കേഷൻസ്, AI ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അറബി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഏതൊരു നോൺ അറബിക് പേഴ്സണിനും അറബി പഠിക്കാവുന്ന സംവിധാനം ഇപ്പോൾ ഡുവോലിംഗോ പോലത്തെ ആപ്പുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകൾ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ട വിഷയമാണ്. ബാക്കിയുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് ഫവാസ്ക ഇടയാണ്. അതിൽ പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പം നമ്മളുടെ അറബി പഠിക്കാനും ഖുറാൻ പഠിക്കാനും തിരുത്താനൊക്കെ ഉള്ള ആപ്പുകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള AI ബേസ്ഡ് ആയിട്ടൊക്കെയുള്ള ടൂളുകളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പം യഥാർത്ഥത്തിൽ ഇത് വളരെ ഒരു പ്രസക്തമായൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് നമ്മൾ നോക്കിക്കാണേണ്ടത് ഒരു നമ്മളുടെ ഒരു കേരളീയ ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇവിടുത്തെ ഒരു പശ്ചാത്തലത്തിൽ എന്തൊക്കെ രംഗത്ത് നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചിന്ത നമ്മളുടെ ഈ ടെക്നിക്കൽ രംഗത്ത് നമുക്ക് ഈ പിന്നെ വൈദഗ്ധ്യമുള്ള ആളുകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളുടെ പ്രദേശത്ത് ഉള്ള നമ്മളുടെ മഹല്ലുകളിലൊക്കെ തന്നെ നമ്മളെ മഹല്ലുകളെ മാപ്പ് ചെയ്യാനും മഹല്ലുകളിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും യുവാക്കളെ പിന്നെ തിന്മകളിൽ നിന്നൊക്കെ തന്നെ ഈ മൂലച്യുതികളിൽ നിന്നൊക്കെ തന്നെ അതിൽ നിന്നൊക്കെ മോചിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഈ ടെക്നോളജികളെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു തദ്ദേശീയമായിട്ടുള്ള AI ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഇത് ഒരു വിധത്തിൽ നമുക്ക് പറയാം ഒരു സദഖത്തുൻ ജാരിയ, ഒരു നിലനിൽക്കുന്ന ഒരു പ്രതിഫലം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് AIയെ പ്രബോധന രംഗത്ത് പോസിറ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് അത്തരത്തിലുള്ള സാധ്യതകൾ നമുക്ക് കൂട്ടായിട്ട് നേരിയ തരത്തിൽ എന്ത് ചെയ്യണം, ചർച്ച ചെയ്യുകയും അതിൽ നിന്നുള്ള പരിഹാരങ്ങളൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കുകയും വേണം എന്നാണ് അതിലേക്ക് ആഡ് ചെയ്യാൻ. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, മറ്റൊരു ചോദ്യമുള്ളത്, അതായത് AI ലോകത്ത് ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെയെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ കരുതിയ പലതും ഇന്ന് സാധ്യമായി വരികയാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ 6000 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു ഡോക്ടർ മറ്റൊരു രോഗി അയാൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 6000 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു രോഗിയുടെ ഓപ്പറേഷൻ നടത്തുകയാണ്. അപ്പോൾ ഇതോടുകൂടെ AIയുടെ വ്യാപനത്തോടുകൂടെ വളർന്നു വരുന്ന ഒരു ട്രെൻഡാണ് എല്ലായിടത്തും AI ഉണ്ട്. ഇനി ദൈവത്തിൻ്റെ പ്രാധാന്യം, അതല്ലെങ്കിൽ ഇനി ഇങ്ങനെ മതം എന്ന് പറയുന്നതിന് വല്ല അർത്ഥവുമുണ്ടോ, അതല്ല ഇങ്ങനെ ഇനി റിലീജിയൻ്റെ നീഡ് ഇപ്പോൾ നിലവിലുണ്ടോ, എല്ലാറ്റിനും AI ഇല്ലേ, മനുഷ്യൻ ലോകം കീഴടക്കിയില്ലേ എന്ന തരത്തിലുള്ള സംസാരങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംസാരത്തെ നമ്മൾ ഏത് രൂപത്തിലാണ് നോക്കിക്കാണേണ്ടത്? ഈ വിഷയത്തിൽ മുഹമ്മദ് അജ്മൽ നമ്മോട് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം തുടങ്ങുകയാണ്. അതായത് എത്തിക്സ് എന്നുള്ളത് ശരിക്കും വലിയൊരു പ്രശ്നമായിട്ട് വരികയാണ്. അതായത് ഇപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിനി ദൈവം വേണ്ട, മതം വേണ്ട എന്നുള്ളതല്ല, നേരെ മറിച്ച് ഇവിടെ ധാർമ്മികത നിശ്ചയിക്കാൻ
ഇത്തരത്തിലുള്ള ടെക്നോളജിക്ക് സാധിക്കുമോ എന്നുള്ള വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരികയാണ്. നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം എടുക്കാം. ഒരു ആളൊരു ജോബ് പോസ്റ്റിന് സെലക്ട് ചെയ്യുന്നിടത്ത് പോലും ബയസുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ധാർമ്മികത എന്നുള്ളത് ആക്ച്വലി ഇതേപോലുള്ള സിസ്റ്റംസിന് നിശ്ചയിക്കാൻ പറ്റുമോ? ഞാനൊരു സിമ്പിൾ ഒരു ചോദ്യം ചോദിക്കാം. ഒരു ഡ്രൈവർ ഇല്ലാത്ത കാർ, ഒരു AI വഴി റൺ ചെയ്യുന്ന ഒരു കാർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ കാർ നിങ്ങൾ വാങ്ങിയിട്ട് ആ കാറിൽ നിങ്ങൾ പോവാണ്. അപ്പോൾ ആ കാറിന് ഒരു എറർ സംഭവിച്ചു. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കുക എന്നുള്ളത് മാത്രമേ പോസിബിൾ ഉള്ളൂ. ഒരു കോർണർ കേസാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കാറിനെ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യേണ്ടത്? ഇപ്പോൾ ഉദാഹരണത്തിന് ആ കാർ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് ആൾക്കാർ ക്രോസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ഒന്നെങ്കിൽ അവരെ ഇടിച്ച് നിൽക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കാറ് സൈഡിലോട്ട് വെട്ടിച്ചാൽ അപ്പുറത്തൊരു മതിലിടിച്ച് നിൽക്കാം. ആളടിച്ചാൽ ചിലപ്പോൾ ആൾക്കാർ മരിച്ചു പോകും, മതിലിനടിച്ചാൽ ചിലപ്പോൾ ബാക്കിലിരിക്കുന്ന നിങ്ങൾ മരിച്ചു പോകും. എങ്ങനെയായിരിക്കണം ആ കാറിനെ നമ്മൾ അൾട്ടിമേറ്റ്ലി പ്രോഗ്രാം ചെയ്യേണ്ടത്? ഇതാണ് ചോദ്യം. എന്താ തോന്നുന്നത്? എത്ര ആൾക്കാർ തോന്നുന്നുണ്ട് ആൾക്കാർ ഇടിച്ചോട്ടെ എന്ന് തോന്നുന്നു? എത്ര ആൾക്കാർ? ഇത് രണ്ടേ ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഏത് ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്? ആൾക്കാർ ഇടിച്ചോട്ടെ എന്ന് തോന്നുന്ന എത്ര ആൾക്കാരുണ്ട്? മതിൽമടിച്ചോട്ടെ എന്ന് തോന്നുന്ന എത്ര ആൾക്കാരുണ്ട്? കുറേ ആൾക്കാരുണ്ട്. നമ്മൾ മരിച്ചാലും, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ കാര്യം നമ്മൾ മരിച്ചാലും വലിയ കുഴപ്പമില്ല എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിന് ഉത്തരം പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഇതൊരു എത്തിക്കൽ ചോദ്യമാണ് അല്ലേ? ഇതൊരു എത്തിക്കൽ ഡിലേമയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആക്ച്വലി ഇസ്ലാമിക പണ്ഡിതന്മാർ ഇതേ ചോദ്യം ടെക്നോളജി ഒക്കെ വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതേ ചോദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫിഖിയിൽ ഇത്തരം ചർച്ചകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ എന്തുണ്ട്? ഇവിടെ മതത്തിന് വലിയ പ്രാധാന്യമുണ്ട്, എത്തിക്സിന് വലിയ പ്രാധാന്യമുണ്ട്. നമുക്ക് വരാൻ സാധ്യതയുള്ള ജോലികളായി ഇപ്പോൾ നേരത്തെ എത്തിക്കലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഫാദർ സാർ പറഞ്ഞു. ഇപ്പോൾ ഒരാളുടെ ഇപ്പോൾ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുന്നിടത്ത് അപ്പോൾ മറ്റാളുകൾ ഉപയോഗിച്ച ക്രിയേറ്റീവിൽ നിന്നാണല്ലോ ഇത് മാതൃകകൾ സ്വീകരിച്ച് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പാടുണ്ടോ? അത് എത്രത്തോളം എത്തിക്കലാണ്? ഇപ്പം അടുത്ത് സ്റ്റുഡിയോ ഗിബിലി എന്ന് പറഞ്ഞ ഒരു ആർട്ട് ഹൗസ് ഇപ്പോൾ OpenAIക്കെതിരെ കേസിന് പോയിരുന്നു. കാരണം എന്താ വെച്ചാൽ അവരുടെ ഇമേജുകളിൽ നിന്ന് ഒരു പാറ്റേൺ സ്വീകരിച്ച് ഇവർ വർഷങ്ങളോട് ഉണ്ടാക്കുന്ന ഇമേജ് ഇവർ 2-3 മിനിറ്റ് ഉണ്ടാക്കുന്നു. അത് ന്യായമാണോ, അത് നീതിയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇവിടെ എത്തിസിസ്റ്റുകൾ എന്നുള്ള ആളുകൾക്കുള്ളൊരു ജോലി സാധ്യത ആക്ച്വലി കൂടുകയാണ്. എത്തിക്സ്, ലോ, ലീഗൽ തലത്തിൽ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലി സാധ്യതകൾ തന്നെ കൂടുകയാണ്. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഇവിടെ ഇവിടെ ഒരു ധാർമ്മികത എന്നുള്ളതിന് വലിയൊരു സേ ഉണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഡീപ്പ് ഫേക്കുകൾ കൂടി വരികയാണ്. ഡീപ്പ് ഫേക്ക് ആയിട്ടുള്ള വീഡിയോസ്, ഓഡിയോസ് കൂടി വരുന്നു. ഇതിനെങ്ങനെ നിയന്ത്രിക്കാം? ആളുകളെ ശരിക്കും നമ്മൾ ബോധവൽക്കരിക്കേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് പോലത്തെ ബയസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആളുകൾ എല്ലാ കാര്യവും ഇപ്പോൾ മുമ്പ് ഗൂഗിളിനോട് ചോദിച്ച പോലെ ഷെയ്ക്ക് ഗൂഗിൾ എന്നുള്ളതിന് പകരം ഇപ്പോൾ ഷെയ്ക്ക് AI, ഷെയ്ക്ക് ChatGPT ആയിക്കണ്. ഈ ചോദ്യങ്ങൾക്ക് ഇതൊരു പ്രശ്നമാണ്, റൈറ്റ്? അപ്പോൾ അവിടെ അവിടെ ശരിക്ക് നമുക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാൻ മതങ്ങളുടെ ആവശ്യമുണ്ട്, ധാർമ്മികതയുടെ ആവശ്യമുണ്ട്, എത്തിക്സിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കലും എന്നുള്ളത് ഈ പറഞ്ഞ പോലെ നമ്മൾ സൃഷ്ടിച്ച മാതൃകകളിൽ നിന്നുള്ള അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നുള്ള മാതൃകകൾ എടുത്തിട്ട്, ഡാറ്റ എടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ഡാറ്റ എടുത്തിട്ടുള്ള ഉപയോഗമാണ് ബേസിക്കലി AI നടത്തുന്നത്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ ബദിഉ സമാവാതി വൽ അർദ് എന്നാണ്. ആകാശഭൂമികളെ മുൻമാതൃകകളില്ലാതെ സൃഷ്ടിച്ചവൻ. ബദിഉ എന്ന് പറഞ്ഞാൽ മുൻമാതൃകകളില്ലാതെ സൃഷ്ടിച്ചവനാണ് അല്ലേ? എന്നാൽ AI പോലും മാതൃകകളിലൂടെയാണ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ധാർമ്മികത എന്നതിൻ്റെ, മൊറാലിറ്റി എന്നതിൻ്റെ, എത്തിക്സ് എന്നതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയല്ല, അതിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ അടിസ്ഥാനപരമായി പറയാനുള്ളത്. ഓക്കെ, അതിലേക്ക് ഒരു ക്വസ്റ്റ്യൻ. നമ്മളുടെ ടൈറ്റിൽ വിദ്യാഭ്യാസ രംഗത്തെ AI എന്നുള്ളതായിരുന്നു. സോ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ അധ്യാപനത്തിന് പകരമായിട്ട് AI, ഇൻഡിവിജ്വൽ അസിസ്റ്റൻസ് എന്നുള്ള രൂപത്തിലൊക്കെ പുതിയ സംവിധാനങ്ങൾ നിലവിൽ വരുന്നുണ്ട്. ഇത് ശരിക്കും അധ്യാപനം മാറിയിട്ട് പൂർണ്ണമായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് മാറുകയാണോ, അതല്ലെങ്കിൽ അധ്യാപനത്തിന് ഒരു അസിസ്റ്റൻസ് ആയിട്ടാണോ ഇന്ന് നിലകൊള്ളുന്നത്? അല്ലെങ്കിൽ ഒരു 5 വർഷങ്ങൾക്കപ്പുറം അധ്യാപകരില്ലാത്ത ഒരു പുതിയ സംവിധാനങ്ങളിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം മാറുമോ എന്നുള്ളതെ കുറിച്ചിട്ട് പാനലിസ്റ്റുകൾ. അല്ല, എഡ്യൂക്കേഷനിൽ നമ്മൾ ഇത്രയും കാലത്തെ ഏറ്റവും വലിയ അൺസോൾവ്ഡ് പ്രോബ്ലം എന്നുള്ളത് പേഴ്സണലൈസേഷനാണ്. അതായത് ഇപ്പോൾ ഒരുപാട് ടെക്നോളജികൾ വന്നു, TV വന്നു, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് വന്നു, നമ്മുടെ പ്രൊജക്ടറുകൾ വന്നു, പിന്നെ ഒരുപാട് പുതിയ ടെക്നോളജികളും സ്ക്രീനുകളും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ അപ്പോഴൊന്നും എഡ്യൂക്കേഷനിൽ നമ്മൾ ഇത്രയും കാലം സോൾവ് ചെയ്യാത്ത ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു ക്ലാസ് റൂമിൽ 40 കുട്ടികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ
ആ 40 കുട്ടികൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്, ഡിഫറെൻറ്റ് വിഷയങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാരാണ്, ഡിഫറെൻറ്റ് എന്താ പറയുക ലെവൽ ഓഫ് ഡെപ്ത് ഓഫ് നോളജ് ഉള്ള ആൾക്കാരാണ്. ഈ 40 ആളുകളെ എങ്ങനെ ഒരു അധ്യാപകന് കാറ്റർ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ആസ് എൻ അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന ആളുകൾക്ക് എൻ്റെ മുമ്പിലുള്ള വലിയൊരു പ്രശ്നം അതാണ്. ഈ 40 ആൾക്കാർ ഒരേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരല്ല, അവർ ഇൻട്രസ്റ്റ് വേരിയിങ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ പേഴ്സണലൈസേഷനാണ് എഡ്യൂക്കേഷനിൽ. ഒരു വ്യക്തിപരമായി കാര്യങ്ങൾ എടുത്തിട്ട് ഓരോ കുട്ടിക്കും വേണ്ടത് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് എഡ്യൂക്കേഷനിൽ നമ്മൾ ഇനി സോൾവ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം എന്നുള്ളത്. ആ പ്രശ്നം സോൾവ് ചെയ്യാൻ കുറേയൊക്കെ എക്ക് സാധിക്കും എന്നുള്ളതാണ്. എക്ക് കുറേയൊക്കെ സാധിക്കും. കാരണം ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ മാത്സിലാണ് പ്രശ്നമെങ്കിൽ മാത്സിൽ 40 മാർക്കുള്ള കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അതുപോലെ പറഞ്ഞു കൊടുക്കാനും 10 മാർക്കുള്ള കുട്ടിക്ക് കുറച്ചുകൂടി ലോവർ ലെവലിൽ നിന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പറഞ്ഞു കൊടുക്കാനും ആർക്ക് സാധിക്കും? എക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പുതുതായിട്ട് പഠിക്കണമെന്നുണ്ട്. ഇപ്പോൾ എനെ കുറിച്ച് ഞാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാരോടാ ChatGPT-യോട്. എങ്ങനെയാണ് ചോദിക്കുക? ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ആ രീതിയിൽ പറഞ്ഞുതരും എന്ന് ചോദിച്ചാൽ ആ രീതിയിൽ പറഞ്ഞുതരും. ഞാൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞു ചോദിച്ചാൽ അതിനനുസരിച്ച് പറഞ്ഞുതരും. ഞാൻ കുറച്ച് എക്സ്പേർട്ട് ആയാണ്, എനിക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പറയണം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞുതരും അല്ലേ? അപ്പോൾ അങ്ങനെ പറഞ്ഞുതരാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇപ്പോൾ ടെക്സ്റ്റ് ആയിട്ട് ഇനി ഭാവിയിൽ വോയിസ് ആയിട്ടും വീഡിയോ ആയിട്ടൊക്കെ ഇങ്ങനെ ഈസിലി ജനറേറ്റ് ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നോളജ് എന്നുള്ളത് ഡിസെമിനേറ്റ് ചെയ്യുന്നിടത്ത് ഓരോ വ്യക്തിയെയും മനസ്സിലാക്കി ആ രീതിയിൽ നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ലെവൽ അനുസരിച്ച് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ആർക്ക് സാധിക്കും? എക്ക് സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ അതിനർത്ഥം എല്ലാ ടീച്ചർമാർക്കും ജോലി പോകും എന്നാണ്, അല്ലെങ്കിൽ ടീച്ചർമാർ ആവശ്യമില്ല എന്നുള്ളതാണോ? അങ്ങനെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം എഡ്യൂക്കേഷൻ എന്നുള്ളത് പലപ്പോഴും ഹ്യൂമൻ ടച്ച് ആവശ്യമുള്ളൊരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മനുഷ്യർ എന്നുള്ളത് എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂമൻ ടച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എഡ്യൂക്കേഷനിൽ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു കുട്ടിയോടുള്ള ഒരു എമ്പതി, ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു കുട്ടിയുടെ ഒരു വിഷയം മനസ്സിലാക്കി അതിനനുസരിച്ച് എന്ത് ചെയ്യണം, അവൻ വേണ്ടത് കൊടുക്കണം എന്നുള്ളൊരു അധ്യാപകൻ്റെ എമ്പതി വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ കുട്ടികൾക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗൈഡൻസും മെൻറ്റർഷിപ്പും അധ്യാപകർ നൽകുന്നുണ്ട്. ഇവിടെ ഹ്യൂമൻ സ്കിൽസ് എന്നുള്ളത് എന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ നിലക്ക് ഇപ്പോൾ പുതിയ ടെക്നോളജികൾ നമ്മുടെ മുമ്പിൽ വരുമ്പോഴും എഡ്യൂക്കേഷൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു മാനുഷികമായിട്ടുള്ള ചില കാര്യങ്ങൾ എന്തുണ്ട്, എപ്പോഴും അവിടെ ഒരു പ്രധാനമായിട്ട് വരുന്നുണ്ട്. മേ ബി ലുബൈബിനോ അല്ലെങ്കിൽ ഫവാസ്കോ കൂടുതൽ അതിൽ ആഡ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അതിൽ അജ്മൽ പറഞ്ഞതിൻ്റെ അവസാനത്തെ കാര്യം തന്നെ ഏറ്റവും പ്രധാനം. അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപകരുടെ റോൾ എന്ന് പറയുന്നത് കേവലം ഒരു ഇൻഫർമേഷൻ സോഴ്സ് എന്നുള്ള നിലക്ക്, ആ ഒരു ഇൻഫർമേഷൻ സോഴ്സ് എന്നുള്ളതിനപ്പുറത്ത് അധ്യാപകരുടെ റോള് ഒരു കുട്ടിയെ മെൻറ്റർ ചെയ്ത് ആ കുട്ടിയുടെ പ്രതിസന്ധികൾ, ആ കുട്ടിക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് ആ ഒരു റോൾ ഒരിക്കലും ഈ പറയുന്ന AI സിസ്റ്റത്തിന് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. എന്ന് വെച്ചാൽ നമുക്ക് നോളജ് കിട്ടുന്നത് എല്ലായിടത്തു നിന്നും കിട്ടുന്നുള്ളതാണ്. അപ്പോൾ അധ്യാപകരുടെ റോൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പൂർണ്ണമായും എന്ത് ചെയ്യുന്നില്ല, AI റീപ്ലേസ് ചെയ്യുന്നുള്ളൊരു ആശങ്ക അത്തരം ഒരു ചോദ്യത്തിൽ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ കേവലം ഒരു നോളജ് മാത്രം കൊടുക്കുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു അധ്യാപകനാണെങ്കിൽ അങ്ങനത്തെ അധ്യാപകരുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നിലക്കുള്ള ഒരു റോള് അധ്യാപകർക്കുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ മൊത്തത്തിൽ ഈ ടെക്നോളജികൾ ഉപയോഗിക്കുന്നിടത്ത് ഇപ്പം നമ്മളിപ്പോൾ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ഒരു കേരളത്തിലെ ഏറ്റവും ഒരു നല്ലൊരു ടീച്ചറുടെ ക്ലാസ് മാത്രം അത് വെച്ചുകൊണ്ട് മാത്രം നമ്മൾ ബാക്കിയുള്ള എല്ലാ ആളുകളും കേരളത്തിലെ എല്ലാ സ്കൂളിലേക്കും നമ്മൾ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ ചെയ്തു. ഇന്നൊരുപാട് ഓൺലൈൻ ടൂൾസ് ഉപയോഗിക്കുന്നതുകൊണ്ട് വീഡിയോ ചാനൽസൊക്കെ ഉള്ളതുകൊണ്ടും എല്ലാ സ്കൂളിലെയും അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ AI വരുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ഡിജിറ്റൽ ടെക്നോളജിയുടെ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതിലൊന്നും അധ്യാപകരുടെ റോൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതാത് സ്കൂളുകളിലെ അതാത് ക്യാമ്പസുകളിലെ കുട്ടികളെ വേണ്ടിടത്ത് ചിലപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം കുറഞ്ഞേക്കാം. പക്ഷേ എന്നിരുന്നാലും നേരത്തെ പറഞ്ഞ പോലെ മാനുഷികമായി കുറച്ച് ഇമോഷൻ ബന്ധപ്പെട്ടൊക്കെ കിടക്കുന്നൊരു മേഖലയാണത് എന്നുള്ളതാണ്. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ആഡ് ചെയ്യുന്ന പ്രതീക്ഷ. സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പം മൂക്ക് എന്നിട്ടുള്ള ഒരു സംവിധാനം സർക്കാർ തലത്തിൽ പലപ്പോഴും ഉണ്ട്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു വിജ്ഞാനം നേടുക എന്നുള്ളത് മാത്രമുള്ള ചില സംവിധാനങ്ങളാണെങ്കിൽ നമുക്ക് ഈ മൂക്ക് പോലുള്ള അപ്പോൾ അത് ഇപ്പോൾ നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ തന്നെ ഒരു സെമസ്റ്ററിലോ അല്ലെങ്കിൽ ഒരു കോഴ്സിലോ 1-2 മൂക്ക് കോഴ്സെങ്കിലും ഉണ്ടാവണമെന്ന് ഗവൺമെൻറ് എന്ത് ചെയ്യേണ്ടത് നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പം ചില വിഷയങ്ങൾ നമുക്ക് അങ്ങനെ പഠിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു മാനവ വിഭവശേഷി എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. അത്ര അധ്യാപകരെ കുറക്കാൻ പറ്റും. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഘട്ടം ഘട്ടമായിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ കുറേ മൂക്ക് കോഴ്സുകൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങനെ കുറക്കാൻ പറ്റും. അത് ഈവൻ അധ്യാപകർക്ക് തന്നെ അവരുടെ ജോലി കളയാനുള്ള
ഒരു പ്രൊമോഷൻ സർക്കാർ കൊടുക്കുന്നുണ്ട്. മൂക്ക് കോഴ്സ് ഡെവലപ്പ് ചെയ്തവർക്കാണ് പ്രൊമോഷനുള്ള കരിയർ അഡ്വാൻസ് സ്കീമിനുള്ളത്. അതായത് നമ്മളെ ജോലി തന്നെ നമ്മൾ കളയാന്നുള്ള. പക്ഷേ അത് ഒന്നിച്ചുള്ള വിദ്യാഭ്യാസം നേടുന്നതിനൊക്കെ മൂക്ക് കോഴ്സുകൾ ഉപയോഗിക്കാൻ പറ്റും. മറ്റു രംഗത്ത് എന്തുണ്ട്, ഇത്തരത്തിലുള്ള നമ്മളുടെ മികച്ച അധ്യാപകരുടെ അത്തരത്തിലുള്ള അധ്യാപകർക്ക് സാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ആ അധ്യാപകർക്ക് തന്നെ ചെയ്യാൻ പറ്റും. യഥാർത്ഥത്തിൽ നമ്മുടെ ഗസ്റ്റ് ഞാൻ ഫറൂഖ് കോളേജിൽ പഠിക്കുമ്പോൾ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ഉണ്ടായിരുന്ന ഒരു മികച്ച അധ്യാപകനാണ്. അപ്പോൾ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ സാറ് പക്കരപ്പുറമ്പെന്ന് ബസ്സിൽ വരുന്ന, അപ്പോൾ ഒരു ആ നല്ലൊരു അധ്യാപകന് ഒരു AI-ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്തരത്തിലുള്ള സോഷ്യോളജി പോലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അധ്യാപകന് ആ അധ്യാപകൻ്റെ റോള് തന്നെ ഉണ്ട്. അപ്പം അതാണ് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. 1.5 മണിക്കൂർ നീണ്ട ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഈ ഒരു സെഷനിൽ നമ്മോട് കൂടെ സംവദിച്ച 5 വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങളാണ് നമ്മോട് കൂടെ സംവദിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ലുബൈബ് ക, അദ്ദേഹം വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഫോർമൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ നമ്മോട് സംസാരിച്ചത് സി മുഹമ്മദ് അജ്മൽ, അദ്ദേഹം വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അതുപോലെ മുനവർ കോട്ടക്കൽ, അദ്ദേഹം ഡിസ്ട്രിക്ട് യൂത്ത് ട്രഷററാണ് വിസ്ഡം യൂത്തിൻ്റെ. തുടങ്ങി വിവിധങ്ങളായ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള നല്ലൊരു പാനലിസ്റ്റുകളുടെ ഒരു ചർച്ചയാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിച്ചത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.